എന്ന് ദുആ ചെയ്തിട്ട് ഇനി നമ്മൾ കടക്കുകയാണ്. നമ്മൾ സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഇരുത്തം അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ചാണ് ഈ സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ചാണ്. മറ്റ് മുജാഹിദ് വിഭാഗക്കാർ, അതിലെ മലയാള ക്ലാസ് റൂമിന്റെ ആളുകൾ നമ്മുടെ റൂമിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് അവരെ ശരിക്കും നാം ആദരിക്കേണ്ടതുണ്ട്, നാം മാനിക്കേണ്ടതുണ്ട്. അവർക്ക് വിഷമം ഉണ്ടാകുന്ന ഒന്നും നമ്മുടെ അടുക്കൽ ഉണ്ടാവാൻ പാടില്ല, വാക്കിലുണ്ടാവാൻ പാടില്ല, ടെക്സ്റ്റിലൂടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ടെക്സ്റ്റ് ഡോട്ടായിരിക്കും. എല്ലാവർക്കും ടെക്സ്റ്റ് ഡോട്ടായിരിക്കും. ഇന്ന് അസറിന്റെ സമയം മുതൽ നമ്മളത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരസ്യത്തിലൊക്കെ അത് കാണും ചെയ്തിരുന്നു. അഡ്മിന്മാർക്കടക്കം ടെക്സ്റ്റ് ആയിരിക്കും, ടെക്സ്റ്റ് ഡോട്ടായിരിക്കും. നമ്മുടെ അഡ്മിന്മാർക്കൊക്കെ എല്ലാവരും കൈ താഴ്ത്തണം, മറ്റേ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളല്ലാത്തവരൊക്കെ. എല്ലാവർക്കും ടെക്സ്റ്റ് ഡോട്ടായിരിക്കും. പിന്നെ അഡ്മിന്മാർക്ക് ഡോട്ട് ഒഴിവാക്കാൻ സാധിക്കും, റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് അവർ റിമൂവ് ചെയ്യാൻ പാടില്ല. ഒരു അഡ്മിനും അവരവരുടെ ഈ ഡോട്ട് അവർ ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ ആരൊക്കെ ഡോട്ട് ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കും എന്ന് അറിയിക്കുകയാണ്. ആരും ഒരു മോശമായ ഒരു ടെക്സ്റ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ 5 ആളുകൾക്ക് ഡോട്ട് ഒഴിവാക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് ഡോട്ട് ഇല്ലാതിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഖവി, MT ദാരിമി, അതുപോലെ ഗഫൂർ അൻവരി, സുന്നീസം, പിന്നെ ഒന്ന് ഞാൻ. ഇങ്ങനെ ഞങ്ങൾ 5 ആളായിരിക്കും നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഡോട്ട് ഇല്ലാത്ത ആളുകളുണ്ടാകുക. വേറെ എല്ലാവർക്കും ഡോട്ടായിരിക്കും. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് 5 ആൾക്ക് ഡോട്ട് ഉണ്ടാവൂല. അത് അവർ പറയേണ്ടതാണ്. അത് അവരുടെ ഒരാളുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള മധ്യസ്ഥൻ, ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഭാഗത്തുനിന്നുള്ള മധ്യസ്ഥൻ സുന്നീസമാണ് മധ്യസ്ഥൻ. സംസാരിക്കാൻ ഉള്ള ആളുകൾ ഈ 4 ആളുകളാണ്. ഒന്ന് MT ദാരിമി, അതുപോലെ തന്നെ സലാം ബാഖവി ഉസ്താദ്, അബ്ദുൽ ഗഫൂർ അൻവരി, പിന്നെ ഞാനും ആയിരിക്കും. ഞങ്ങൾ 5 ആളുകളാണ് ഉള്ളത് അർത്ഥം. പിന്നെ അതിൽ നിന്ന് ഇഷ്ടമുള്ള ആളുകൾ സംസാരിക്കാൻ, അത് വേറെ വിഷയം. അപ്പോ 5 ആളുകൾ, നിങ്ങൾ മറുഭാഗത്തു നിന്നും 5 ആളുകൾക്ക് ടെക്സ്റ്റ് ഡോട്ട് ഉണ്ടാവുകയില്ല, മൈക്ക് ഡോട്ട് ഒരു ഡോട്ട് ഉണ്ടാവുകയില്ല. അത് ആരൊക്കെയാണെന്നുള്ളത് ഈ വിഷയത്തിൽ പിന്നെ അന്ന് സംസാരിക്കാനുണ്ടായിരുന്ന അഷ്റഫ് പൂനൂരാണ്. അതുകൊണ്ട് അഷ്റഫ് പൂനൂര് ആളുകളെ പേരെന്ന് പറഞ്ഞാൽ അവരുടെയും ഡോട്ട് ഒഴിവാക്കണം. അവരെല്ലാത്തവർക്കും അവരുടെ ഡോട്ട് ഒഴിവാക്കേണ്ടതുണ്ടല്ലോ. എല്ലാവർക്കും ഡോട്ട് ഇടും. അതിന്റെ മുമ്പായിട്ട് ആ കാര്യം പറയണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഉസ്താദ് പറഞ്ഞു, നമ്മൾ MICR-ഉം KICR-ഉം തമ്മിലുള്ള സംവാദ വ്യവസ്ഥ നടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അബു ഇഹ്സാൻ, സുഹൈൽ യൂസുഫ്, നൗഫൽ ചെർപ്പുളശ്ശേരി, ബസ്റ്റോ അബു അഫ്രീൻ. കേട്ടല്ലോ 5 ആളല്ലേ പറഞ്ഞത്? 5 ആളല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. പിന്നെ ഇവിടെ 5 ആള് ഒന്നുകൂടി പറയണം. അബു ഇഹ്സാൻ, സുഹൈൽ യൂസുഫ്, അബു അഹമ്മദ്, അബു അഫ്രീൻ, നൗഫൽ ചെർപ്പുളശ്ശേരി. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ സുന്നി മുജാഹിദ് സക്കരിയ സംവാദ വ്യവസ്ഥ, അതിനിടെ ഒരു സക്കരിയ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നൂർ ഫൈസി ഉസ്താദിനോടാണ്. അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. എടുത്തു മാറ്റണമെന്നൊരു അഭ്യർത്ഥന ഉണ്ട്. ഓക്കെ, അതെ, MICR KICR ആവട്ടെ, അങ്ങനെ ആവട്ടെ. MICR-ഉം KICR-ഉം എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും അത് പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ്. ഈ ബാക്കി നൂർ ഫൈസി ഉസ്താദിനെ വീണ്ടും ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും പിന്നെ സുഹൈൽ യൂസുഫും അബു ഇഹ്സാനുമാണ് സംസാരിക്കുന്ന ആളുകൾ. സുഹൈൽ യൂസുഫും അബു ഇഹ്സാനുമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയാണ് സംസാരിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായിട്ട് പിന്നെ എല്ലാവർക്കും ഇപ്പൊ ഡോട്ടാണല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഡോട്ട് എങ്ങനത്തെ പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഡോട്ടാണല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഡോട്ടാണല്ലോ. ആ ഇനി ഞാന് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് ഒന്ന് നൂറ് ഫൈസിക്ക് ഡോട്ട് ഉണ്ടാവില്ല. പല ഇങ്ങനെ നൂറ് ഫൈസ് ഡോട്ട് ഇട്ടാൽ നൂറ് ഫൈസ് ഡോട്ട് ഉണ്ടാവില്ല. എം ടി ദാരിമിനെ ഒഴിവാക്കുന്നുണ്ട്. എം ടി ദാരിമിന്റെ ഡോട്ട് ഒഴിവാക്കി. സലാം ബാക്കവി ഉസ്താദിന്റെ ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 3 ആളായി. ഗഫൂർ അൻവരി അപ്പൊ 4 ആളായി. സുന്നീസം അപ്പൊ 5 ആളെ ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഞാൻ ആദ്യമായിട്ട് അഷ്റഫിന്റെ ഡോട്ട ഒഴിവാക്കുന്നു. കാരണം ഞാൻ ഈ സംശയത്തിന് മറുപടി പറയാനാണത്. അഷ്റഫിന്റെ ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് അബു അഹമ്മദ് അല്ലേ അബു അഹമ്മദ് ആളല്ലേ? അതെ, അബു അഹമ്മദ് ഒന്ന്. അപ്പൊ 2 ആളായി. പിന്നെ ഒന്ന് അബു ഇഹ്സാൻ അവിടെ അബു ഇഹ്സാൻ, അതെ ഒന്ന് അബു ഇഹ്സാൻ ഒന്ന് 3 ആളായി. പിന്നെ നൗഫൽ ചെറുപ്പുശ്ശേരിയാണ്. നൗഫൽ ചെറുപ്പുശ്ശേരി അല്ലേ? നൗഫൽ ചെറുപ്പുശ്ശേരി ഉണ്ടല്ലോ അല്ലേ? നൗഫലില്ലേ? അല്ല നൗഫലില്ലേ? പിന്നെ ആരാണുള്ളത്? യൂസുഫോ? ആരാണ്? യൂസുഫ് അവിടെ? യൂസുഫിനെ കാണാനില്ലല്ലോ. നൗഫൽ ചെറുപ്പുശ്ശേരി ഇല്ലല്ലേ? അങ്ങനെ പറഞ്ഞത് നേരത്തെ അങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ. നൗഫൽ ചെറുപ്പുശ്ശേരി എന്നുള്ളത് ഉണ്ടാ അഷ്റഫ്? ഉണ്ട്. അപ്പൊ നൗഫൽ ചെറുപ്പുശ്ശേരി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി യൂസുഫ് ഉണ്ടല്ലേ, സുനീസത്തിന്റെ താഴെ. അല്ല ഉണ്ട്, ഞാൻ കണ്ട്. ഇനി ഇനി യൂസുഫിനെ കാണാനില്ലല്ലോ. അഷ്റഫ് എവിടെ യൂസുഫ് ഉള്ളത്? ഏത് ഭാഗത്താണുള്ളത് യൂസുഫ്? താഴെയുള്ളത്? താഴെയാണോ അഷ്റഫ്? അഷ്റഫ് മൈക്കിൽ പോവാ. അഷ്റഫ് മൈക്കിൽ ഉണ്ട് പറയും ആ യൂസുഫ് എവിടെയാണുള്ളതൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. സുഹൈൽ യൂസഫ് താഴെ ഉണ്ടെങ്കിൽ ഒന്ന് മേലോട്ട് വരിക. എന്തായാലും അദ്ദേഹം ഒരു ഇപ്പൊ എത്തും. എത്തിയില്ല എങ്കിൽ ഇപ്പൊ എത്തുന്നതാണ്. ഇപ്പൊ എന്തായാലും ഓക്കെ. സുഹൈൽ യൂസഫ് താഴെ ഇല്ല. ഇനി ആരെയും ഡോട്ട് ഒഴിവാക്കൂല. ഇപ്പൊ ഇനി വേറെ ആരും ഒരാളും സ്വന്തം ഡോട്ട് ഒഴിവാക്കാനും പാടില്ല. നമ്മളിതൊക്കെ വ്യവസ്ഥയിലാണ്. ഇനി പിന്നെ വേറെ ആരും ഡോട്ട് ഒഴിവാക്കാനും പാടില്ല. സുഹൈൽ യൂസഫ് താഴെ ഉണ്ടല്ലേ? ആ സുഹൈൽ യൂസഫ് എത്രാമത്തെ ആളാണ്? സുഹൈൽ യൂസഫിന്റെ ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ടാ? ആരും സുഹൈൽ യൂസഫിനെ കാണേണ്ടി ഡോട്ട് ഒഴിവാക്കി കൊടുക്കണേ. ഷംസുദ്ദീൻ ഫൈലിന്റെ താഴെ ഉണ്ടല്ലേ സുഹൈൽ യൂസഫ്? ഉണ്ട്. സുഹൈൽ യൂസഫിനെ കണ്ടിട്ടുണ്ട്. സുഹൈൽ യൂസഫിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം റൈസെൻഡ് ചെയ്യട്ടെ. സുഹൈൽ യൂസഫ് റൈസെൻഡ് ചെയ്യണം. അപ്പൊ അൽഹംദുലില്ലാ 2 ഭാഗത്തു നിന്നും 5 ആള് വീതം ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരാ സംസാരിക്കാന്നുള്ളല്ലോ. ഈ സുന്നീസം ഇതാണ്. സുന്നീസം ഇതില് പിന്നെ അതിന്റെ എന്താ പറയേണ്ടത് മധ്യസ്ഥനാണ്. നിങ്ങളുടെ മധ്യസ്ഥൻ ആരായിരിക്കും അഷ്റഫ്? സുന്നീസം ഇതിന്റെ മധ്യസ്ഥനാണ്. നിങ്ങളുടെ മധ്യസ്ഥൻ ആരായിരിക്കും പറഞ്ഞത്? നൗഫൽ. അതെ, നൗഫൽ ആണ് അവരുടെ ഭാഗത്തുള്ള മധ്യസ്ഥൻ. നൗഫലാണ് മധ്യസ്ഥൻ. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക അബു ഇഹ്സാനും. നമ്മുടെ ഭാഗത്ത് 3 ആളെ സംസാരിക്കും. 3 ആൾ സംസാരിക്കും. നിങ്ങൾ 3 ആൾ സംസാരിച്ചോളി. പിന്നെ സലാം ബാക്കവി, അതുപോലെ തന്നെ ഗഫൂർ അൻവരി, അതുപോലെ ഈ ആരാണ് എം ടി ദാരിമി. ഇവർ 3 ആളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക ഇൻഷാ അല്ലാഹ്. സുന്നീസം മധ്യസ്ഥനായിരിക്കും. പിന്നെ ഞാനിപ്പോ ഒരു ഇതെന്താന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് കണക്കാക്കിയാൽ മതി. അതുപോലെ നിങ്ങൾ ഒരാളുണ്ടായിക്കോട്ടെ. അപ്പൊ 5 ആള് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഡോട്ട് ഉണ്ടാവില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് 5 ആൾക്ക് ഡോട്ട് ഉണ്ടാവുകയില്ല. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയം തുടങ്ങാം അല്ലേ?
ഇനി നമുക്ക് വിഷയം തുടങ്ങാം. വിഷയം തുടങ്ങുന്നതിന് മുമ്പായിട്ട് സുന്നീസവും അതുപോലെ തന്നെ മറ്റേ ഭാഗത്തുള്ള മധ്യസ്ഥനും ഒരു കുറച്ചു നേരം ഒരു 3 മിനിറ്റിൽ ഒതുങ്ങിന്നുകൊണ്ട് സംസാരിക്കണം. അതിന് മുമ്പായിട്ട് പറയാണ്, നമ്മളിവിടെ 10 റൗണ്ട് ആയിരിക്കും. 10 റൗണ്ട്, ഓരോ റൗണ്ടിലും 3 മിനിറ്റ് വീതമാണ് സംസാരിക്കുക. 3 മിനിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. 3 മിനിറ്റ് സംസാരിക്കുക, അത് കഴിഞ്ഞ ശേഷം മറ്റാൾ 3 മിനിറ്റ് സംസാരിക്കുക. അങ്ങനെ 10 റൗണ്ടാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും 10 റൗണ്ട്, അങ്ങനെ 20 റൗണ്ടാണ് ആകെ ഉണ്ടാവുക. അതുകൂടി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിഷയങ്ങൾ മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഈ ആളുകൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാം. ഞാൻ മൈക്ക് ഒഴിവാക്കുകയാണ്. ഞാൻ ആദ്യമായി പിന്നെ മറ്റേതുണ്ടല്ലോ സക്കരിയ വിഭാഗം ഒന്നും വേണ്ട കേട്ടോ. പിന്നെ KICR MIC പിന്നെ എന്താണ് MICR ഇവർ തമ്മിലുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ള മധ്യസ്ഥൻ ആദ്യമായിട്ടും മൈക്കിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ മുമ്പ് തീരുമാനിച്ചതുപോലെയുള്ള വ്യവസ്ഥ തീരുമാനിക്കാൻ വേണ്ടിയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇസ്തിയാസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറന്നാൾ ആഘോഷവുമായിട്ടുള്ള 2 സംവാദത്തിനുള്ള വ്യവസ്ഥ തീരുമാനിക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. മുമ്പ് തീരുമാനിച്ചത് ഓരോ വിഭാഗത്തിനും വാദം പറയാൻ 3 മിനിറ്റ്, അങ്ങനെ 10 റൗണ്ട്, മൊത്തം 2 മണിക്കൂർ. ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ഞാൻ തെറ്റായി പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ 2 വിഷയവുമായിട്ട് ആദ്യം വ്യവസ്ഥ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒരു 5-10 മിനിറ്റ് 2 വിഷയവുമായിട്ട് ഒരു വിഷയാവതരണം നന്നാകും എന്ന് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇതുമായിട്ടൊന്ന് പറയാനുള്ളത്. ബാക്കി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ളത് പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇപ്പോൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ച് നടക്കുന്ന പരിപാടി മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ച് നടന്ന നൂറുൻ അലാ നൂർ എന്ന പ്രത്യേകമായ ടൈറ്റിലിൽ വെച്ച് നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഭാഗത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി, ഗഫൂർ അൻവരി, സലാം ബാക്കവി ഉസ്താദ് തുടങ്ങിയ പല ഉസ്താദുമാരുടെയും ക്ലാസുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രവർത്തകർക്കുണ്ടായ ചില സംശയങ്ങളും അതോടനുബന്ധിച്ചുണ്ടായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ രൂപത്തിലൊരു സംവാദത്തിന് വ്യവസ്ഥ ഉണ്ടാക്കാൻ കളമൊരുങ്ങിയിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സംവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണ്, അതിനുള്ള വ്യവസ്ഥ തയ്യാറാക്കുന്നതിനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നബിദിനാഘോഷം ഷിർക്കാണ് എന്ന് മുജാഹിദ് പക്ഷത്തെ വാദം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമിയുടെ സംസാരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാമർശം ഇല്ല എന്ന് പറയുകയും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് തയ്യാറാണ് എന്ന് അഷ്റഫ് പൂനൂർ എന്ന ഐഡിയിലുള്ള മുജാഹിദ് പക്ഷത്തിന്റെ പ്രവർത്തകൻ നമ്മുടെ ക്ലാസ് റൂമിൽ വിഷയം പറയുകയും അതോടനുബന്ധിച്ച് അങ്ങനെ ഉണ്ട് എന്ന് അൽ ഇസ്ലാഹ് മാസികയുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MT അബൂബക്കർ ദാരിമി സംസാരിക്കുകയും ചെയ്തു, ഇസ്ലാഹ് മാസിക. അതുമായി ബന്ധപ്പെട്ട് അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു സംവാദം നടത്തുന്നതിന് ഇന്ന് ഈ ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 12:30 മണിക്ക് വ്യവസ്ഥയ്ക്കിരിക്കാൻ വേണ്ടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ച് വ്യവസ്ഥയ്ക്കിരിക്കാൻ വേണ്ടി തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട്
ഇപ്പോ 4 പണ്ഡിതന്മാർ വീതം ഇരുപക്ഷത്തു നിന്നും ഓരോ മധ്യസ്ഥർ വീതം ഇരുപക്ഷത്തു നിന്നുമാണ് ഉണ്ടാകുക. അതിൽ 4 ആളുകൾക്കും സംസാരിക്കാം. ഒരാൾ സംസാരിച്ചാലും വിരോധമില്ല. 4 വരെ എന്നാണ് നമുക്ക് അനുവദിക്കുന്നത്. 4 പണ്ഡിതന്മാർ ഇരുപക്ഷത്തു നിന്നും ഓരോ മധ്യസ്ഥന്മാർ ഇരുപക്ഷത്തു നിന്നാണ് ഉണ്ടാകുക. നമ്മുടെ ക്ലാസ് ഈ വ്യവസ്ഥയുടെ സംവാദത്തിനുള്ള വ്യവസ്ഥയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് വേണ്ടി എല്ലാ ആളുകളെയും ഡോട്ടിട്ട് നിർത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ചർച്ചകളോ മറ്റുമൊന്നും നടത്താതിരിക്കാനും ഇതിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിനുമാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ നമുക്കിന്ന് തീരുമാനിക്കാനുള്ളത് വിഷയവും അതുപോലെ തന്നെ അതിലുള്ള വാദവും നമ്മൾ മുൻകൂട്ടി തന്നെ ഏകദേശം നമ്മൾ തീരുമാനമായ വിഷയമായതുകൊണ്ട് ഇനി സമയവും പ്രമാണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയാവതരണം തുടങ്ങി അവലോകനം തുടങ്ങിയ മറ്റുള്ള കാര്യങ്ങളുമാണ് സംവാദവുമായി ബന്ധപ്പെട്ട ഡേറ്റും സമയവും ഒക്കെയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. അപ്പൊ അതുമായി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ സംവാദം നടത്താനുള്ള ഒരു സഹകരണം ഇരുപക്ഷത്തു നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയാവതരണങ്ങളും മറ്റുമൊക്കെ അതിനൊക്കെ ഉള്ള ഒരു സമയം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയാവതരണത്തിനും മറ്റുമൊക്കെ വിശാലമായ ഒരു സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദത്തിൽ കാണാമെന്നും വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഒരു ചർച്ച ഒരു വ്യവസ്ഥ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വളരെ അടുത്ത ദിവസം തന്നെ സംവാദത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നമ്മുടെ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നിസം പറയുന്നത് പോലെ വാദം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ സുന്നിസം വിശദീകരിച്ചത് ഈ വ്യവസ്ഥയിലേക്ക് എത്തിച്ച വിശദീകരണമാണ്, അല്ലെങ്കിൽ അത് ഉണ്ടായ സാഹചര്യമാണ് വിശദീകരിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടിയിരിക്കുന്നത് വ്യവസ്ഥ എഴുതാനാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാദം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, അതുപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ വാദം ഞങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൃത്യമായ വാദം അവതരിപ്പിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സമയവും ഡേറ്റും എല്ലാം തീരുമാനിക്കാം. അതിനു മുമ്പായി ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഇനി താല്പര്യമുണ്ടോ എന്നറിയില്ല, വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 5-10 മിനിറ്റ് സംസാരിക്കാമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അത് അംഗീകരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഏതായാലും വ്യവസ്ഥയുമായി പിന്നെ ഇനി ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ മതി. വിഷയാവതരണം സംവാദത്തിലുണ്ടാവും. നമുക്ക് സംവാദത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മളെ ലക്ഷ്യം. സംവാദത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ് നമ്മളെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെ വിഷയാവതരണം അതിനുള്ള അതെത്ര മിനിറ്റ് വിഷയാവതരണം സംവാദത്തിൽ വേണമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വെച്ച് തീരുമാനിക്കാം. ഏതായാലും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം പറയാനുള്ള ഒരു അവസരം ഉണ്ട്. അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിന്റെ വാദം പറയാനുള്ള ഒരു അവസരമുണ്ട്. MT അബൂബക്കർ ദാരിമി വന്നുകൊണ്ട് സുന്നി പക്ഷത്തിന്റെ വാദം അവതരിപ്പിക്കുകയും അതിനുശേഷം നിങ്ങളെ ആളുകൾ സുന്നി പക്ഷത്തിന്റെ വാദം എന്താണ് എന്ന് MT അബൂബക്കർ ദാരിമി പറയും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാദം പറയാം. അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. MT അബൂബക്കർ ദാരിമി മൈക്കിൽ വരും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. എൻ്റെ സൗണ്ട് ക്ലിയർ കമ്മിയൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ അറിയിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ വ്യവസ്ഥയ്ക്ക് ഇരിക്കാനുള്ള സാഹചര്യം വിശദീകരിക്കപ്പെട്ടു. അത് ഇരുപക്ഷത്തിനും ഒരു തർക്കത്തിന് ഇടം വരാത്ത വിധം സുസമ്മതമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വിഷയാവതരണത്തിൽ നബിദിനാഘോഷത്തിന്റെ പ്രാമാണികതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ വിഷയാവതരണത്തോടനുബന്ധിച്ച് നടന്ന ചോദ്യോത്തരങ്ങളിൽ അഷ്റഫ് പൂനൂരുമായി നടന്ന ആ ഒരു സൗഹൃദ സംവാദത്തില്
ആണ് ഈ ഒറിജിനൽ മുജാഹിദുകളും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പരാമർശങ്ങൾ നടത്തിയപ്പോൾ, അഥവാ പഴയകാല മുജാഹിദുകൾ നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്നവരായിരുന്നു, നവമുജാഹിദുകളാണ് നബിദിനാഘോഷം ശിർക്കാണെന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ അതെവിടെയാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരു സംവാദം നമുക്ക് നടത്താം എന്നുള്ളതാണ് നമ്മുടെ പശ്ചാത്തലം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് ഇസ്ലാഹ് മാസിക 2008 ഫെബ്രുവരി മാർച്ചിലക്കം ഞാൻ വായിച്ചു കൊടുക്കുകയുണ്ടായി. അതിലുള്ള പരാമർശം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ് എന്നാണ് ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ വാദം തന്നെയാണ് എന്നാണ് അന്നതിന് നമ്മുടെ സുഹൈൽ യൂസുഫ് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ടുള്ള സംവാദമാകാം എന്നാണ്, ആ ഒരു സംവാദം തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ അന്ന് തീരുമാനിച്ചിട്ടുള്ളതും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം എന്നോട് വിഷയം പറയാൻ വേണ്ടി മധ്യസ്ഥൻ എന്ന നിലക്ക് സുന്നീസം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയവുമായിട്ട്, നമ്മുടെ വിഷയം മൗലിദാഘോഷമാണ്. മൗലിദാഘോഷം അല്ലെങ്കിൽ നബിദിനാഘോഷം എന്തും പറയാം. ഒന്നിൽ ഒരു അറബി പദം കൂടി മറ്റേതിൽ നബി എന്നുള്ളൊരു അറബി പദം ഉണ്ട്, ഒക്കെ നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോ മൗലിദാഘോഷം എന്നുള്ള പ്രയോഗമാണ് നമ്മുടെ ഇസ്ലാഹ് മാസികയിലുള്ളത്. മൗലിദാഘോഷം ശിർക്കല്ല, ശിർക്കാണ് എന്നാണ് ഇവർ എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള മുനാദറയാണ് നമ്മൾ നടത്തുന്നത്. ഞങ്ങൾ വളരെ കൃത്യമാണ്, വളരെ ലളിതമാണ്, വളരെ ഗ്രാഹ്യമാണ്, വളരെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന കൃത്യമായ ഭാഷയിലാണ് ഞങ്ങൾ പറയുന്നത്. നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദാഘോഷം ശിർക്കല്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള വാദം. അപ്പോൾ നമ്മുടെ വാദം നമ്മുടെ മധ്യസ്ഥന്മാർ ഇത് പോയിന്റ് എഴുതി വെക്കുന്ന ആളുകൾ കൃത്യമായിട്ട് എഴുതി വെക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റാണ് മധ്യസ്ഥന്മാർ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സമയത്തിന്റെ കൃത്യത കൂടി അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരല്പം 3 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട് എന്നാണോ സുഹൈൽ യൂസുഫ് സൂചിപ്പിക്കുന്നത്? 3 മിനിറ്റ് മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് അതിന്റെ സമയം തരണം. അല്ല, സമയം ആയാൽ അതിന്റെ സൂചന തരണം, എങ്കിലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കൾക്ക് മൈക്ക് കൈമാറേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം, നമ്മുടെ ഇപ്പൊ ഈ ഇസ്ലാഹ് മാസികയിൽ വായിച്ചത് തന്നെയാണ് ഞങ്ങളുടെ വാദമെന്നും ആ വാദമാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സംവാദത്തിൽ ഞങ്ങൾ വെക്കുന്നതെന്നുമുള്ള നിലക്കുള്ള സംസാരമാണല്ലോ അഷ്റഫ് പൂനൂരും സുഹൈൽ യൂസുഫും അന്ന് നടത്തിയത്. ഷാ മാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷി അന്ന് വന്നിരുന്നു. അവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കി പറയുകയും ചെയ്തു. അപ്പോ അന്ന് നമ്മൾ വായിച്ചത് ഇതാണ്, ഇസ്ലാഹ് മാസിക 2008 ഫെബ്രുവരി മാർച്ച് ലക്കത്തിലുള്ള ഇസ്ലാഹ് മാസിക. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: മൗലിദാഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ് എന്നാണ് ഞാൻ അവിടെ വായിച്ചിട്ടുള്ളത്. അപ്പോ ആ ശിർക്ക അത് ഞങ്ങളുടെ വാദം തന്നെയാണല്ലോ ഇസ്ലാഹ് മാസികയിലുള്ളത് എന്നാണ്. ടൈം ഓവർ ആയിട്ടുണ്ട്. എന്റെ വാദം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു: മൗലിദാഘോഷം ശിർക്കല്ല. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരവസരം കൂടി വന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, ഇവിടെ വാദം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഇസ്ലാഹ് മാസികയിൽ ബഹുമാനപ്പെട്ട ദാരിമി പറഞ്ഞതുപോലെ ഒരു 4 വരി മാത്രമല്ല, 4 പേജുണ്ട്. ആ 4 പേജ് ഉള്ളതിന്റെ ഒരു സംഗ്രഹമാണ് അതിന്റെ അതിൽ പറയുന്നത്. അവിടെ ആ 4 പേജുള്ള ഒരു കാര്യത്തെ, അപ്പൊ നമ്മളെ വാദം എന്താണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വാദം ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ വാദം അടിസ്ഥാനപരമായി റബീഉൽ അവ്വലിൽ നടത്തിവരാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറന്നാൾ ആഘോഷം ശറഇൽ ബിദ്അത്താണ്. ഫെബ്രുവരി മാസം 2008 ഫെബ്രുവരി മാസം ഇസ്ലാഹ് മാസികയിൽ വന്ന നിബന്ധനകളോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്നതെങ്കിൽ അത് ശിർക്കുമാണ്. അപ്പോ നേരത്തെ നിങ്ങൾ വായിച്ച, കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ച, അതെ ഇവിടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെ നിങ്ങൾ വായിച്ച ആ ഇസ്ലാഹിലെ ആ എല്ലാ വിഷയവും അതിൽ വന്നു കഴിഞ്ഞു.
അടിസ്ഥാനപരമായി എക്കാലഘട്ടങ്ങളിലും ലോകമെങ്ങുമുള്ള സലഫികൾ, മുജാഹിദുകൾ പറയാറുള്ളത്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം, ബർത്ത്ഡേ ആഘോഷം, പിറന്നാൾ ആഘോഷം അത് ബിദ്അത്താണ്. ഹിജ്റ 362 വരെയുള്ള മുസ്ലിം സമൂഹത്തിന് പരിചയമില്ലാത്ത ഒരു ആചാരമാണ്, ബിദ്അത്താണ് എന്നും എപ്പോഴും എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ നേരിട്ട് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബത്ത് എങ്ങനെയാണോ ഈ ദീൻ വിശ്വസിച്ചത് അതുപോലെ വിശ്വസിക്കുകയും അതുപോലെ നടപ്പിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന മുജാഹിദ് സമൂഹം ജനങ്ങളോട് എപ്പോഴും പറയുന്നത്, അന്നും ഇന്നും എപ്പോഴും പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ ആഘോഷം അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്ക് നേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സഹാബത്തിന്, താബിഈകൾക്ക് ആർക്കും തന്നെ അത് പരിചയമില്ല. ഹിജ്റ ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബു ഇഹ്സാൻ, താങ്കള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ തമ്മിൽ നടന്ന സൗഹൃദ സംവാദം ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞു, നബിദിനാഘോഷം ബിദ്അത്താണോ അല്ലേ എന്നുള്ള ചർച്ച നടത്തുന്നതിന് മുമ്പായിട്ട് നബിദിനാഘോഷം ഷിർക്കാണെന്നാണ് നവമുജാഹിദുകൾ പറയുന്നത് എന്നാണ്. അന്നും എന്നും എക്കാലത്തുമുള്ള മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥ മുജാഹിദുകൾ കെ എം മൗലവി, ഇ കെ മൗലവി പോലുള്ള ആൾക്കാരൊക്കെ നബിദിനാഘോഷം സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയ ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് മുജാഹിദ് വിഭാഗത്തിലെ ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ പറയുന്നത്. നിങ്ങൾ കേവലം പുതിയ ഒരു ന്യൂ മുജാഹിദ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഓൾഡ് മുജാഹിദുകൾ അങ്ങനെ വാദിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ചരിത്രബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പിന്നെ അപ്പൊ ബിദ്അത്താണോ ഇല്ലേ എന്നുള്ള ചർച്ച അല്ല നമ്മളിവിടെ നടത്തുന്നത്. ബിദ്അത്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശിർക്കായ ഒരു കാര്യത്തെ പിന്നെ അത് ബിദ്അത്താണോ ഇല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണെന്നെന്റെ ചോദ്യത്തിന് അപ്പോഴാണ് അഷ്റഫ് പൂനൂർ പറഞ്ഞത്, എങ്കിൽ അത് ശിർക്കാണെന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പൊ ഞാനിത് വായിച്ചു കൊടുത്തു. ഞാൻ വായിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ടൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഞാനിത് വായിച്ചാൽ ഈ വിഷയത്തിലുള്ള സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുമോ? തയ്യാറാകും എന്ന് അഷ്റഫ് പൂനൂർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രതിനിധിയായിട്ട് സലാം ബാക്കവി ഉസ്താദ് മൈക്കെടുത്തുകൊണ്ട് ഞങ്ങളും തയ്യാറാണ് ആ വിഷയത്തിലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മാസിക വായിച്ചിട്ടുള്ളത്. മുജാഹിദിന്റെ ഓൾഡ് ഹിസ്റ്ററി അറിയാത്തതുപോലെ ഇവിടെ സംവാദത്തിന്റെ വ്യവസ്ഥയിലേക്ക് നയിച്ച ഹിസ്റ്ററിയും നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റൂലല്ലോ അബു ഇഹ്സാൻ സാഹിബെ. അപ്പോ എന്താണ് നടന്നത്? ശിർക്കാണെന്നുള്ള ഈ പരാമർശത്തെ കുറിച്ചാണ് ഇസ്ലാം മാസികയിൽ 4 പേജിലുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് സംവാദം നടത്തുന്നതിനെ കുറിച്ചല്ല അഷ്റഫ് പൂനൂർ എന്ന് സമ്മതിച്ചിട്ടുള്ളത്. എന്താണ് അഷ്റഫ് പൂനൂർ എന്ന് സംസാരിച്ചിട്ടുള്ളത്? അഷ്റഫ് പൂനൂരിനോടൊന്ന് ആശയവിനിമയം നടത്തേണ്ടതായിരുന്നു അബു ഇഹ്സാൻ സാഹിബ്. അത് നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അത് ഖേദമാണ്. അപ്പോ ഇവിടെ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അന്ന് വായിച്ച പരാമർശം എന്താണ്? ഇസ്ലാം മാസികളെ 4 പേജ് മുഴുവൻ വായിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 4 പേജിൽ ഇത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നും അഷ്റഫ് പൂനൂർ പറഞ്ഞിട്ടില്ല. സുഹൈൽ യൂസുഫ് അത് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദ് ആഘോഷം തന്നെ ശിർക്കാണ് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഈ പ്രാവശ്യം സംവാദം നടത്തണം. ബിദ്അത്താണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ടൈമിൽ നമുക്ക് സംവാദം നടത്താം. ഈ വ്യവസ്ഥയിൽ നമ്മൾ ഈ സംവാദം നടത്തുക. അടുത്ത ടൈമിൽ ബിദ്അത്തിനെ കുറിച്ചുള്ള സംവാദം നമുക്ക് നടത്താം. ആ നിലക്ക് നിങ്ങൾ വരണം. കാരണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ധാരണയിലെത്തിയ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകുക എന്നുള്ളത് എത്ര മോശമാണ്. അടുത്ത ടൈമിൽ ഇൻഷാ അല്ലാഹ് നമുക്കിത് ബിദ്അത്താണോ പുണ്യാചാരമാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. പഴയകാല മുജാഹിദ് നേതാക്കൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ് നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്നുള്ളത്. അത് ഞങ്ങളും പറയുന്നു, നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്നുള്ളത്. ആ പഴയ മുജാഹിദുകളുടെയും സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരുടെയും വാദത്തിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് പോയിട്ട് നിങ്ങൾ ബിദ്അത്താണെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ പഴയകാല മുജാഹിദുകളുടെയും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെയും വാദത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളും ടൈം ഓവർ ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബിദ്അത്ത് അത് അടുത്ത ടൈമിൽ നമുക്ക് നടത്താം. ഇപ്പോ നബിദിനാഘോഷം ശിർക്കല്ല എന്ന ഞങ്ങളുടെ വാദം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇവിടെ ഈ സംവാദ വ്യവസ്ഥയിലേക്ക് നയിച്ച സംഗതി ഞാനുമായി ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് ആ കാര്യം തന്നെയാണ് അബൂ ഹിസാൻ പറഞ്ഞതും. പക്ഷേ ഇവിടെ ഈ സംവാദത്തിന് തുടക്കം കുറിക്കാൻ കാരണം MT ദാരിമിയും ഞാനും തമ്മിൽ നടത്തിയ ഒരു ചർച്ച. ഈ ചർച്ചയിലൂടെയാണ് എന്ത് വന്നത്, ഈ സംവാദത്തിലേക്ക് വന്നത്. MT ദാരിമി സംസാരിച്ചു നബിദിന വിഷയമായി ബന്ധപ്പെട്ട്, ഞാൻ ബിദ്അത്താണ് എന്നും പിന്നെ അവര് ഒരു ക്ലാസ് അവിടെ എടുത്തു, ഞാൻ പറഞ്ഞു നബിദിനം ബിദ്അത്താണ് എന്ന്. ആ വിഷയത്തിൽ സംസാരിച്ചു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം MT ദാരിമി പിന്നെ നാട്ടിലായതുകൊണ്ട് അദ്ദേഹം പിന്നെ ലോഗൌട്ട് ചെയ്യുകയും പിന്നെ സലാം ബാക്കവി പിന്നെ ചർച്ച നടത്തുകയും ചെയ്തു. അങ്ങനെ അവസാനം എന്തു ചെയ്തു, ഈ ഞാൻ തന്നെ നബിദിനം ബിദ്അത്ത് എന്നുള്ള വിഷയത്തിൽ സംവാദത്തിന് KCR തയ്യാറാണോ എന്ന് ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ചു. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞങ്ങളെ വാദം ഞാൻ അവിടെ പറയുകയും ചെയ്തു എന്ത്, നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന്. സലാം ബാക്കവി പറഞ്ഞു ഞങ്ങളെ വാദം പറയാനായിട്ടില്ല, അത് നമുക്ക് വ്യവസ്ഥ ചെയ്താലോ എന്ന് പറയുകയും ചെയ്തു. ഇതിന്റെ ഒക്കെ റെക്കോർഡിംഗ് ഉള്ളതാണ്. അപ്പം ഈ വ്യവസ്ഥയിലേക്ക് വരാനുള്ള കാരണം നബിദിനാഘോഷം ബിദ്അത്ത് എന്നുള്ള ഞങ്ങളെ വാദമാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്, വീണ്ടും MT ദാരിമി ഈ റൂമിൽ വരികയും അന്ന് ഞാനും സുഹൈൽ യൂസഫും KCRൽ വരികയും എന്നിട്ട് ഞാൻ അവിടുന്ന് ചോദിച്ചു നമ്മുടെ സംവാദത്തിന് ഡേറ്റ് എന്നാണ്. അന്ന് അൽ-ഇസ്ലാഹില്ല, ശ്രദ്ധിക്കണേ, അന്ന് അൽ-ഇസ്ലാഹ് അല്ല സംസാരിച്ചത്. ഈ സംവാദം ആദ്യം വേണമെന്ന് പറഞ്ഞത് നബിദിനാഘോഷം ബിദ്അത്ത് എന്നുള്ള വിഷയത്തിലാണ്. അങ്ങനെ MT ദാരിമി അന്ന് ഈ 2 ദിവസം കഴിയുകയും MT ദാരിമി പിന്നെ അവിടെ റൂമിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ചോദിച്ചു എന്നാണ്. അങ്ങനെ ഡേറ്റ് പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് MT ദാരിമി എന്ത് ചെയ്തത്, പിന്നെ അദ്ദേഹം ഇസ്ലാഹുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയത്. അപ്പോ പിന്നെ ഇസ്ലാഹുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ വാദം നബിദിനാഘോഷം ബിദ്അത്താണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ട് നബിദിനാഘോഷം ശിർക്കാണ്, അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷം ബർത്ത്ഡേ എന്ത് വേണം പറയാലോ, ഇത് ശിർക്കാണ് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് അത് അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സംവാദം തെളിയിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞു പറ്റുകയില്ല, ഇത് നിങ്ങൾ തീരുമാനിക്കണം, ഈ വിഷയത്തിലായിരിക്കണം സംവാദം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലായിരിക്കണം സംവാദം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സംവാദത്തിലേക്ക് വരാൻ കാരണം എന്താണ്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി നമുക്ക് ഉൾപ്പെടുത്താം, നബിദിനാഘോഷം ബിദ്അത്ത് എന്നുള്ളതും അതുപോലെ തന്നെ ഇസ്ലാഹിൽ ഈ എഴുതിയതും നമുക്ക് ഉൾപ്പെടുത്താം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഇസ്ലാഹ് മാസികയിൽ എന്താണ് എഴുതിയത് എന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, അത് സംവാദത്തിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ വിഷയം ഇതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അഷ്റഫ് പൂനൂർ സാഹിബ് വളരെ വ്യക്തമായിട്ട് നമ്മൾ അന്ന് സംസാരിച്ച് തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് പിറകോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നബിദിനാഘോഷത്തിന്റെ പ്രാമാണികത എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ ആദ്യത്തെ ക്ലാസ്സിൽ 2-2:30 മണി വരെ നമ്മൾ സംസാരിച്ചതിന് ശേഷം നാട്ടിലായതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ലോഗൌട്ട് ചെയ്ത് നിങ്ങളും സലാം ബാക്കയുമായിട്ട് സംസാരങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ മൗലിദിലെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന വാക്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ അന്ന് നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കണം. ബിദ്അത്താണ് എന്ന് പറയുന്ന ഒരു വാദത്തിന് എപ്പോഴാ പ്രസക്തി ഉണ്ടാകുക? ശിർക്കാണോ അല്ലേ എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ബിദ്അത്താണോ അല്ലേ എന്നുള്ള വാദത്തിന് എന്തർത്ഥമാണുള്ളത്? ഷിർക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ബിദ്അത്താണോ സുന്നത്താണോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലല്ലോ ഇസ്ലാമികമായിട്ട് ചിന്തിക്കുമ്പോൾ എന്ന് ഞാൻ പറയുമ്പോൾ, ഷിർക്കാണെന്നാണ് നവമുജാഹിദുകൾ പറയുന്നത്, പഴയകാല മുജാഹിദുകൾ അത് സുന്നത്താണെന്നുമാണ് പറയുന്നത് എന്നാണ് എന്റെ സംസാരത്തിന്റെ ആകത്തുക ഉണ്ടായത്. അപ്പോഴാണ് അഷ്റഫ് പൂനൂർ ഇടപെട്ട് ചോദിക്കുന്നത് ഷിർക്കാണെന്ന് എവിടെ പറഞ്ഞു? അപ്പോഴും ഞാൻ ഇസ്ലാഹിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇസ്ലാഹ് മാസിക എന്നൊരു പദം പോലും എന്റെ വാക്കിലൊന്നും വന്നിട്ടില്ല. നൗഫൽ ചെർപ്പളശ്ശേരി പോലും എനിക്ക് PM അയച്ചു ചോദിക്കുന്നത് എവിടെ പറഞ്ഞു അത് എന്ന് പറയണം. ഞാനപ്പോ നൗഫൽ PM-നോട് PM അയച്ചു എവിടെ എന്നുള്ളത് ഇപ്പൊ പറയൂല. അപ്പൊ നൗഫൽ PM എനിക്ക് ഹാ എന്ന് അയച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പോലും ഇസ്ലാഹ് മാസിക മുണ്ടിയിട്ടില്ല. പിന്നെ അഷ്റഫ് പൂനൂർ പറഞ്ഞത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു, അത് ഞാനിവിടെ വായിച്ചാൽ ആ വിഷയത്തിലുള്ള സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുമോ? തയ്യാറാകും എന്ന് നിങ്ങൾ വാക്ക് തന്നപ്പോ, എന്നാൽ നമ്മുടെ പക്ഷത്തിൽ നിന്ന് അതിന്റെ
തയ്യാറാകുന്ന വാക്ക് പറയാൻ വേണ്ടി സലാം ബാക്കി ഉസ്താദിനെ ക്ഷണിക്കുകയും അദ്ദേഹം അത് തയ്യാറാവുകയും ചെയ്ത് രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറായ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഞാൻ ഇസ്ലാഹ് മാസിക വായിക്കുകയും ഇസ്ലാഹ് മാസികയിൽ ആ വായിച്ച പരാമർശത്തെക്കുറിച്ച് വാദപ്രതിവാദമാണ് ഇന്നത്തെ വ്യവസ്ഥയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ? അതിനു മുമ്പ് നമ്മൾ എന്തെല്ലാം ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളല്ലേ. നമ്മൾ ഇന്ന് ഇരിക്കാൻ ഞായറാഴ്ച ഇന്ത്യൻ സമയം 12:30 മണിക്ക് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ധാരണ ഉണ്ട്. ആ ധാരണയിലുള്ളത് ഇസ്ലാഹ് മാസിക തന്നെയാണ്. ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ പറഞ്ഞത് എന്താണ്? മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദ് ആഘോഷം തന്നെ ഷിർക്കാണ് എന്നാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അതേ വിഷയം തന്നെ നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ വാദം എഴുതൂ. ഞങ്ങൾ ഞങ്ങളുടെ വാദം ഇതാ പ്രഖ്യാപിച്ചു, മൗലിദ് ആഘോഷം ഷിർക്കല്ല, ബിദ്അത്താണ് എന്നുള്ള വാദത്തിനെതിരായിട്ട് ഞങ്ങൾ പറയുന്നു, ഓൾഡ് മുജാഹിദുകൾ പറഞ്ഞിരുന്നത് പോലെ മൗലിദ് ആഘോഷം പുണ്യകർമ്മമാണ്, ആ മജ്ലിസ് പുണ്യ സദസ്സാണ്, അത് പഴയകാല മുജാഹിദ് നേതാക്കളുടെ വീക്ഷണമാണ്, ആ വീക്ഷണം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ വീക്ഷണം വെച്ച് പുലർത്തുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ മുജാഹിദുകൾ, ഇവർ പറയുന്നു അത് ബിദ്അത്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ടൈമിൽ അടുത്ത നെക്സ്റ്റ് ഡേ നമുക്കതിന് ഒരു വ്യവസ്ഥയ്ക്ക് ഇരിക്കാം, നാളെ തന്നെ ആവാം, മറ്റന്നാളാവാം, നിങ്ങളുടെ സൗകര്യം പോലെ ആവാം. പക്ഷെ ഇന്ന് നമ്മൾ തീരുമാനിച്ച വിഷയത്തിലേക്ക് നിങ്ങൾ വരണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. മൗലിദ് ആഘോഷം ശിർക്കല്ല. അസ്സലാമു അലൈക്കും. MT ദാരിമി അദ്ദേഹത്തോട് വളരെ വിനീതമായി പറയാണ്, ഈ സംവാദത്തിലേക്ക് വരാനുള്ള കാരണം ഞങ്ങൾ എന്ത് ചോദിച്ചാ റൂമിലേക്ക് വന്നത്? ആദ്യം സംവാദത്തിന് സമ്മതിച്ചത്, ഇവിടെ സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഈ ചർച്ച കേട്ടിട്ടുണ്ടല്ലോ പല ആളുകളും, ഈ സംവാദത്തിലേക്ക് വ്യവസ്ഥയിലേക്ക് വരാൻ കാരണം സംവാദത്തിന് ഞാനാ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി ആരേറ്റെടുത്തു? സലാം ബാക്കവിയും നൂർ ഫൈസി ഉസ്താദും ഏറ്റെടുത്തു. അത് ഇസ്ലാഹിന്റെ വിഷയത്തിലായിരുന്നില്ല. അങ്ങനെ അതിന്റെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ റൂമിൽ വരുന്നത്, അതിന്റെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട്, ഷിർക്കാന്നുള്ള വാദമുണ്ട് എന്ന് MT ദാരിമി പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ വാദം നബിദിനാഘോഷം അല്ലെങ്കിൽ ജന്മദിനാഘോഷം അത് ബിദ്അത്താണ്, അതാണ് ഞങ്ങളുടെ വാദം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഷിർക്കാന്നുള്ള വാദമുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു, നിങ്ങൾ വായിച്ചു. ആ വായിച്ച രൂപത്തിലാണെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത് സംവാദത്തിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടില്ല സംവാദത്തിൽ വേണ്ടാന്ന്. ആ ഇസ്ലാഹിലുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൽ എന്താണ് എന്നുള്ളത് ഞങ്ങൾ സംവാദത്തിൽ വിശദീകരിക്കും. ആ ഇസ്ലാഹിൽ എന്താണോ ഉള്ളത് ഇസ്ലാഹ് വിടുന്നില്ല. ആ സംവാദത്തിൽ എന്താണോ ഉള്ളത്, ഇസ്ലാഹിൽ എന്താണ് ഉള്ളത് എന്ന് ഞങ്ങൾ സംവാദത്തിൽ വിശദീകരിക്കുന്നതാണ്. നേരെ മറിച്ച് ഞങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് പറയാം എന്റെ അതിൽ നിന്ന് മാറിപ്പോയതെന്ന്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇസ്ലാഹിൽ എഴുതിയിൽ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെയല്ല, അതിനാണ് സംവാദം. അത് സംവാദത്തെ അറിയിക്കും, ഇപ്പൊ അത് വിശദീകരിക്കല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ്? നബിദിനം ബിദ്അത്താണ്. നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ വാദം പറയാൻ പോലും കഴിയുന്നില്ല. ശിർക്കല്ല എന്നുള്ളതൊരു വാദാണോ? ശിർക്കല്ല എന്നുള്ളൊരു വാദാണോ? നബിദിനം എന്താണ്? അത് സുന്നത്താണോ ബിദ്അത്താണോ അല്ല എന്താണ്? നിങ്ങൾ പറയണം. ഞങ്ങളെ വാദം ബിദ്അത്താന്നാ. ഇസ്ലാഹിൽ എഴുതിയത് ഞങ്ങൾ എന്ത് ചെയ്യും? അത് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കുറെ കാലമായി തെറ്റിദ്ധരിപ്പിക്കുന്ന പല കോലത്തിലും പല വിഷയത്തിലും പല പുസ്തകങ്ങളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുപോലെ ഇതും തെറ്റിദ്ധരിപ്പിച്ചു. അത് ഞങ്ങൾ എന്ത് ചെയ്യും? സംവാദത്തിൽ തെളിയിക്കുന്നതാണ്. ഇവിടെ ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്നുള്ള ഞങ്ങളുടെ വാദം അത് ഞങ്ങൾ പറഞ്ഞു. ഇസ്ലാഹിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും? അത് ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് ഞങ്ങൾ സംവാദത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വാദം നിങ്ങൾ പറയണം. എന്താണ് ഇത്? സുന്നത്താണോ? പറയണം നിങ്ങൾ. അല്ലെങ്കിൽ എന്താണ്? സുന്നത്താണെങ്കിൽ സുന്നത്താന്ന് പറയാ, ഇതിനൊരു ഹുക്കുമുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതണം. ആ വാദം നിങ്ങൾ എഴുതാത്തോളം കാലം പിന്നെ എങ്ങനെ സംവാദം നടക്കുക? ഞങ്ങൾ വ്യക്തമാണ് എന്താണ് അവിടെ നടന്നത്, ഈ വിഷയത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്. ഈ KCR റൂമിൽ ഞാനാണ് ചർച്ച നടത്തിയത്. ഞാൻ അവിടെ നടത്തിയ ചർച്ച എന്തായിരുന്നു, എന്തിനായിരുന്നു ഞാൻ വെല്ലുവിളിച്ചത്, ഇതൊക്കെ എന്താ നിങ്ങൾ മറന്നു പോകുന്നത്? അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, എന്ത്? ഞങ്ങളുടെ വാദം ഈ പറയുന്ന നിങ്ങൾ നടത്തുന്ന ഈ പരിപാടി ഇത് എന്താണ്? ഇത് ബിദ്അത്താകുന്നു. ഇസ്ലാഹിൽ ഞങ്ങൾ എഴുതിയത് അത് ഞങ്ങൾ സംവാദത്തിൽ വിശദീകരിക്കും. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇസ്ലാഹിൽ എന്താണോ എഴുതിയത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. സംവാദത്തിൽ നമ്മൾ കാണാൻ പോകുന്നതാണ്. സംവാദത്തിൽ എന്തിനാ സംവാദം നടത്തുന്നത്? ഈ 2 കാര്യങ്ങളാണല്ലോ, അത് രണ്ടുമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇസ്തിഗാസ നടത്താൻ. ഇസ്തിഗാസിന്റെ വിഷയത്തിൽ അടുത്ത സംവാദം നമുക്ക് നടത്തണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാദം കൊണ്ട് പറയണം. ഞങ്ങളുടെ വാദം ഇതാ, ശിർക്ക് നബിദിനാഘോഷം ബിദ്അത്താണ്, ഏതാണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് ഓക്കെ, ടൈം ഓവറായി.
ഹലോ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ളൊരു ചർച്ചയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദുകളുടെ വിചിത്ര, അതല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ആശയങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളിലും ഉള്ളതുപോലെ ഇവിടെ ഈ മൗലിദാഘോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആഘോഷ പരിപാടികളിൽ പഴയകാല മുജാഹിദുകളുടെ വാദം അത് പുണ്യകരമാകുന്നു എന്ന്. എന്നാൽ ഇപ്പോ നാം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ പറയുന്നു അത് ബിദ്അത്താകുന്നു എന്ന്. ഇസ്ലാഹ് മാസിക പറയുന്നു അത് ശിർക്കാകുന്നു എന്ന്. ഇങ്ങനെ 3 രൂപത്തിലുള്ള വീക്ഷണങ്ങളാണ് ഈ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇപ്പോൾ മുജാഹിദ് പക്ഷത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായും മുജാഹിദുകൾക്ക് ഇസ്ലാഹ് മാസിക തള്ളാൻ പറ്റൂല, അതുകൊണ്ട് ഇസ്ലാഹ് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷിർക്കാകുന്നു എന്ന വാദം, ബിദ്അത്താകുന്നു എന്ന വാദം, ഈ 2 വാദവും കൂടിയാകുമ്പോൾ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണല്ലോ ഷിർക്ക്. ഏറ്റവും ഗൗരവമുള്ള സംഗതിയാണല്ലോ ഷിർക്ക്. ഇസ്ലാഹ് മാസിക പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ഷിർക്കാകുന്നു. നാം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുജാഹിദ് സഹോദരന്മാർ പറയുന്നു ഉപാധിയോട് കൂടെയാകുമ്പോൾ ഷിർക്കാകുന്നു എന്ന്. ഉപാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹ് മാസിക പറഞ്ഞ ഉപാധിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അത് ശിർക്കാകുന്നു. അതെ, അത് തന്നെയാണ് ഞങ്ങളുടെ വാദം. എന്തൊരു ഉപാധിയാണോ ശിർക്കാവാൻ ഇസ്ലാഹ് മാസിക പറഞ്ഞിട്ടുള്ളത്, ആ ഉപാധിയോട് കൂടെയാകുമ്പോൾ അത് ശിർക്കാകുന്നില്ല എന്നാണ് ഞങ്ങൾ സുന്നികളുടെ വാദം. അത് ശിർക്കാണെന്ന് പറയാൻ എന്തൊരു ഉപാധിയാണോ ഇസ്ലാഹ് മാസിക പറഞ്ഞിട്ടുള്ളത്, ആ ഉപാധിയോട് കൂടെ തന്നെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കാകുന്നു എന്ന് ഇസ്ലാഹ് മാസിക പറയുന്നു. അത് ശിർക്കല്ല. ആ ഉപാധിയോട് കൂടെയുള്ള നബിദിനാഘോഷം, മൗലിദാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആഘോഷം ശിർക്കല്ല എന്ന് ഞങ്ങളും പറയുന്നു. ശിർക്കാകുന്നു, ഈ ഉപാധിയോടുകൂടെ ശിർക്കാകുന്നു എന്ന് മുജാഹിദ് പക്ഷം, ഈ ഉപാധിയോടുകൂടെ ശിർക്കല്ല എന്ന് ഞങ്ങളും. ഇനി ശിർക്കല്ല എന്ന് തെളിഞ്ഞതിന് ശേഷമാണല്ലോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കൽ. പിന്നെ അഷ്റഫ് പൂനൂർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഹുക്കുമ് പറയുന്നില്ല എന്നാ. പ്രിയപ്പെട്ട സഹോദര, എന്താ ഈ ഹുക്കുമ്? ഒരു പക്ഷം ശിർക്കാകുന്നു എന്ന് വാദിക്കുന്നു. ശിർക്കാകുന്നു എന്ന് ഒരു പക്ഷം പറയുമ്പോൾ അതിനെതിരെ ശിർക്കല്ല എന്ന് തീർത്തു പറയുന്നു. ഇതൊരു ഹുക്കുമ് തന്നെയല്ലേ? ശിർക്കാകുന്നു എന്നുള്ളതും ശിർക്കല്ല എന്നുള്ളതും ഹുക്കുമ് തന്നെയല്ലേ? അത് ഹുക്കുമാവാൻ ശരി. ടൈം ഓവറായിട്ട് ഞാൻ നിർത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്തായാലും MT ദാരിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇസ്ലാം മാസികൾ എന്ത് എഴുതിയോ അത് ഞങ്ങൾ 100% അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായാലും സഹോദരന്മാർക്ക് കാണാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും എന്ത് ഞാൻ ചെയ്യുന്നു, ആ ഇസ്ലാം മാസിക ഇവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. എന്താണ് നിരൂപാധികമായിട്ട് അത് ഷിർക്കാണ് എന്ന് പറഞ്ഞെങ്കിലല്ലേ നബിദിനാഘോഷം ഷിർക്കാണെന്ന് ഞങ്ങൾ പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു നിരൂപതമായി മുത്തലക്കായിട്ട് ഇത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ കാണാം എന്താണ് അവിടെ പറഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ ഈ മറുപക്ഷം എന്താ പറയുന്നത്, സമസ്തകാർ പറഞ്ഞത് നബിദിനാഘോഷം ഷിർക്കല്ല എന്ന് പറയണമെങ്കിൽ അവിടെ യാതൊരു നിലക്കും ഒരു ഉപാധിയും ഒരു കാര്യമൊന്നും വെച്ചിട്ടില്ല. എന്താ ഇവിടെ പറഞ്ഞത്? എന്നാൽ മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധന കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദ് ആഘോഷം ഷിർക്കാണ് എന്നാണ്. അതിനാൽ മുത്ലഖായിട്ട് ഷിർക്കാണെന്നുള്ള ഒരു നിലക്കുള്ള വാദം തന്നെ ഇസ്ലാം മാസികയിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വാദം അപൂർണമാണ്. ഒരിക്കലും എന്തല്ല, നിങ്ങൾക്ക് അതിനെ ഗണ്ണിക്കാനുള്ള ഒരു വാദമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല ആ ഇസ്ലാം മാസികയിൽ തന്നെ വ്യക്തമായി തന്നെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഥവാ എന്താണത്? അടിസ്ഥാനപരമായിട്ട് ആ കാര്യം റബീഉൽ അവ്വലിൽ നടത്തി വരാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ആഘോഷം ഷറഇൽ ബിദ്അത്താണ്.
അതുകൊണ്ട് ഞങ്ങൾ ആ അടിസ്ഥാനപരമായ വാദവും നിങ്ങളുടെ ആവശ്യപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ അത് എന്താ പറയാ ഇസ്ലാം മാസികയിൽ വന്ന കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ, അഥവാ ആ നിബന്ധനയോടുകൂടി നേരത്തെ ഗഫൂർ അൻവരിയും ഞാൻ പറഞ്ഞ ആ നിബന്ധനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് ഷിർക്കാണ് എന്നുള്ളത് കൂടി രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബിദ്അത്താണ്, അടിസ്ഥാനമായി ശറഈൽ ബിദ്അത്താണ്. അത് ആ നിബന്ധന കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഷിർക്കുമാണെന്ന് രണ്ട് കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രോതാക്കൾ കേൾക്കുക. ഇസ്ലാം മാസികയുടെ യഥാർത്ഥ ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു നിലക്കും മുത്തലഖായിട്ട് എന്താണ് അത് ഷിർക്കാണെന്നുള്ളൊരു വാദം മുജാഹിദുകൾക്കില്ല. ആ നിബന്ധനയോട് ചെയ്യുകയാണെങ്കിൽ അത് ഷിർക്കാണെന്നുള്ളത് അത് ഇസ്ലാമിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ ഇൻഷാ അല്ലാഹ് മൈക്ക്. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. ഇവിടെ നബിദിനാഘോഷത്തിനെ സംബന്ധിച്ച് കേൾക്കുന്നില്ലേ? നബിദിനാഘോഷത്തിനെ സംബന്ധിച്ച് പല ചർച്ചയും നമ്മുടെ ക്ലാസ് റൂമുകളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ വ്യവസ്ഥക്കിരുന്നത് അവസാനം ദിവസം മറ്റു ചില ചോദ്യങ്ങൾക്ക് വേണ്ടി വന്ന അഷ്റഫ് പൂനൂർ എന്താ സമയമായിട്ടില്ല എന്നൊക്കെ എഴുതുന്നു. അദ്ദേഹം ഈ വിഷയം വീണ്ടും ചർച്ചക്കിടുകയും ആ സന്ദർഭത്തിൽ MT അബൂബക്കർ ദാരിമി ഇത് ഷിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് വായിച്ചു. അതിലെന്താ ഉള്ളത് എങ്കിൽ ആ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് കൃത്യമായി നിങ്ങൾ പറയുകയും ചെയ്തു. അത് വായിച്ചതിന് ശേഷവും പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞതും അതിന് ശേഷം പറഞ്ഞതിനൊക്കെ നമുക്ക് വേറെ ഇരിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞായറാഴ്ച നമ്മൾ വ്യവസ്ഥക്കിരിക്കാം എന്ന് പറഞ്ഞത് ഈ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കാകുന്നു എന്ന വാദത്തിന് അതിനെ സ്ഥിരീകരിക്കാൻ നിങ്ങൾ വാദപ്രതിവാദ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കാനാണ് ഇപ്പോൾ ഇരുന്നിട്ടുള്ളത്. മറ്റ് പലപ്പോഴും നടന്നിട്ടുള്ള ചർച്ചകളിൽ പല വിഷയത്തിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരിക്കാമല്ലോ. എന്നാൽ ഇവിടെ സുഹൈൽ യൂസുഫ് എന്ന് പറയുന്ന സഹോദരൻ വന്ന് പറഞ്ഞത് ഞങ്ങൾ നിരുപാധികം ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ശരി, നിങ്ങൾ ഏത് ബാധകത്തിൽ പറഞ്ഞാലും ശരി, ആ ബാധകത്തിലൊന്നും അത് ഷിർക്കല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. അപ്പോൾ നിരുപാധികം നിഷേധിച്ചാൽ ഒരു കൈത് പ്രകാരം ഷിർക്കല്ല എന്നാണ് അതിന്റെ അർത്ഥം സുഹൃത്തെ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അത് ഷിർക്കേ അല്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് കൈത് നിങ്ങൾ കൊടുത്താലും, ഇനി ഇതല്ലാത്തൊരു ഉപാധി നിങ്ങൾ കൊണ്ടുവന്നാലും, ഏത് ഉപാധി നിങ്ങൾ കൊണ്ടുവന്നാലും, ഇന്ന് സുന്നികൾ നടത്തി വരുന്ന ആ മൗലിദാഘോഷം, നബിദിനാഘോഷം അത് ഷിർക്കേ അല്ല. നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ ഈ വാദത്തെ ഗണ്ണിക്കാൻ ഇന്ന ഉപാധി പ്രകാരം ഷിർക്കാണ് ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഇനി വേറെ വല്ലതും നിങ്ങൾക്ക് പറയണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇവിടെ പറയേണ്ടത്, ഇവിടെ ആദ്യമായി തെളിയേണ്ടത്, പിന്നെയല്ലേ ആ ഒരു കാര്യം വാജിബാണോ മറ്റുള്ളതാണോ എന്നൊക്കെ പറയ ഷിർക്കല്ല എന്ന് തെളിയട്ടെ. അതിനാണല്ലോ ഇന്ന് നമ്മൾ ഇരുന്നത്. ഈ ഷിർക്ക് വാദം ശരിയല്ല, അത് ഒരിക്കലും അതിൽ ഷിർക്കില്ല. അതിന് നിങ്ങൾ സംവാദത്തിന് തയ്യാറാകണം. തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് ഷിർക്കല്ല എന്ന് തെളിയും, അതിൽ ഷിർക്കില്ല എന്ന് വരും ഉടനെ തന്നെ. പിന്നെ ഇനി എന്താണ് അതിന്റെ ഹുക്മ്, ഏതാ ഇനത്തിലാണത് പെടുക, അത് നമുക്ക് അതിന്റെ ഉടനെ തന്നെ സംസാരിക്കാം. അടുത്തൊരു ദിവസം അതിന് നമുക്ക് വാദപ്രതിവാദം വെക്കാം. ഒന്നാമതായി ഷിർക്ക് ആരോപിക്കപ്പെടുന്ന ഒന്നിനെ സംബന്ധിച്ച് അത് പിന്നെ ബിദ്അത്ത് എന്നും അല്ലെങ്കിൽ സുന്നത്ത് എന്നും അല്ലെങ്കിൽ വാജിബ് എന്നും എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ എന്ത് അസംബന്ധമാണ്. നിങ്ങൾ ഷിർക്ക് ആരോപിക്കുക, ഏത് അർത്ഥത്തിലായാലും ഷിർക്ക് ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾ തീർത്ത് പറയുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ ഷിർക്കുണ്ടെന്ന നിങ്ങളുടെ ഈ വാദം അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഏതെങ്കിലും നിലക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാവൂ. അത് ഷിർക്കല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ തെളിയിക്കുമ്പോൾ വീണ്ടും നമുക്കിരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണ് അതിന്റെ ഹുക്മ്, അതിനെ സംബന്ധിച്ച്
തൊട്ടടുത്ത ദിവസം തന്നെ വിഷയം മാത്രം നിശ്ചയിച്ചുകൊണ്ട് അഥവാ ദഅവ മാത്രം നിശ്ചയിച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതേ വ്യവസ്ഥ തന്നെ മതിയായിരിക്കും. തൊട്ടടുത്ത ആഴ്ച തന്നെ നമുക്ക് ഇരിക്കാവുന്നതാണ്. അതുകൊണ്ട് അവസാനം നമ്മൾ ഇന്ന് ഏതൊരു വിഷയത്തിന് വ്യവസ്ഥക്കിരിക്കാൻ തീരുമാനിച്ചോ, ഞായറാഴ്ച ഇരിക്കാമെന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ വ്യവസ്ഥക്കിരിക്കാമെന്നാകുന്നു. അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അത് പറയുക. ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം ഉടനെ തീരുമാനമാക്കിയിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ നമ്മുടെ നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനാക്കാൻ പറ്റും. ഈ വലിയൊരാരോപണം ഉമ്മത്തിന്റെ മേലിൽ ആരോപിക്കുന്ന ഈ ശിർക്ക് ആരോപണം, അതിന്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം അള്ളാഹു നൽകുന്നത് ഇല്ലാതെയാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശിർക്കിന്റെ ഈ ആരോപണം നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങൾ അത് ഉറച്ചു നിൽക്കുന്നു എന്ന് വരെ പറഞ്ഞില്ലേ? ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ തീർത്ത് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിയുടെ പൊരുത്തം ഉദ്ദേശിക്കട്ടെ ഉദ്ദേശിക്കാതിരിക്കട്ടെ, എങ്ങനെയായാലും അതിൽ ശിർക്കില്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ വാദം വ്യക്തമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ സുഹൈൽ യൂസഫ് സംസാരിച്ചത് പൂർണ്ണമാകാതെ നൂർ ഫൈസി ഉസ്താദ് ടൈം എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ടൈം അടിക്കുക, സുന്നിസമോ അല്ലെങ്കിൽ നൂർ ഫൈസിയോ ആരെങ്കിലും ഒരാൾ അടിക്കുക. ഓക്കെ, രണ്ടാളും കൂടെ ടൈം ഓവർ അടിക്കല്ലേ. അതിൽ ഒരു 30 സെക്കൻഡ് ബാക്കിയുണ്ട്. ഓക്കെ, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അടിക്കുന്നത് നിങ്ങൾ പിന്നെ ഇപ്പൊ ഈ ഡോട്ടില്ലാത്ത ആളുകൾക്ക് എന്തോ അവരടിക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളിൽ ഒരു മധ്യസ്ഥനുണ്ട്, നൗഫൽ ചെർപ്പളശ്ശേരി. നിങ്ങളോ ഞാൻ ഒരു മധ്യസ്ഥനാണ് സുന്നിസം. ഞാനോ ടൈം ഓവർ നടിച്ചാൽ ഉള്ള പ്രശ്നം. പക്ഷെ ചിലപ്പോൾ നൂർ ഫൈസി മറ്റേ സുന്നി ടൈംസ് നടിക്കും, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ നടിക്കും, അല്ലെങ്കിൽ ടൈം ആകാനായി നടിക്കും, അല്ലെങ്കിൽ ടൈം പിന്നെ ശ്രദ്ധിക്കണം എന്നടിക്കും. അല്ല ആരും അടിക്കണ്ട, അല്ല ആരെങ്കിലും എന്തെങ്കിലും അടിച്ചു എന്നതൊരു പ്രശ്നമാക്കണ്ട. പിന്നെ സുന്നി ടൈംസിലുണ്ട് എന്നടിക്കാൻ, അല്ലെങ്കിൽ ടൈം ആകും, അല്ലെങ്കിൽ ടൈം ആകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനൊക്കെ അടിക്കാം. പക്ഷെ നിങ്ങളോ ഞാനോ അടിക്കുമ്പോൾ മൈക്ക് കൂട്ടാൽ മതി. നിങ്ങളും ഞാനുമാണ് മധ്യസ്ഥന. അതിനാണ് നമ്മൾ 2 മധ്യസ്ഥനെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ മുമ്പ് ആരെങ്കിലും മൈക്ക് കൂട്ടാ, ഒരാൾ ടൈം എന്നോ അല്ലെങ്കിൽ ടി എന്ന് അടിച്ചുമ്പോൾ മൈക്ക് കൂട്ടാ, അവരത് പോയി എന്ന് മാത്രം. 2 കൂട്ടറാണെങ്കിലും അവരത് പോയി മാത്രം. അപ്പൊ ശ്രദ്ധിക്കുക, നൗഫൽ ചെർപ്പളശ്ശേരിയും പിന്നെ സുന്നീസവുമാണ് ഇതിലെ മധ്യസ്ഥർ അടിക്കുമ്പോൾ മാത്രം മൈക്കൂട്ട. അതിന് മുമ്പ് ആരടിക്കോ അടിക്കാതിരിക്കട്ടെ, അത് നമ്മൾ പിന്നെ നിർണ്ണയിക്കണ്ട ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അടുത്ത ആള് മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ ആരും അടിക്കണ്ട, നിങ്ങൾ മാത്രം ടൈമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാത്രം അടിച്ചാൽ മതി. ഇനി നിങ്ങൾ സുന്നി ടൈംസ് മലയാള മനോരമ എന്നോ മാതൃഭൂമി ഒന്നും അടിക്കണ്ട. അതൊരു സംവാദ വ്യവസ്ഥയല്ലേ. ഓരോരുത്തർ ടൈം ഓവറായി അത് പറയുന്ന വിഷയാവതരണം അവതരിപ്പിക്കുന്ന ആൾക്ക് അത് വരും. അതുകൊണ്ട് അത് ഇനി ഉണ്ടായത് സുന്നിസം മാത്രം അടിക്കുക. ഓക്കെ, സുഹൈൽ യൂസഫ് ആരെയും മൈക്കിലേക്ക് വരിക. ഓക്കെ, അബു അഹമ്മദ് ആരെയും. അപ്പോ സലാം ബാക്കി ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഇവിടെ ഇസ്ലാം മാസികയിൽ വന്ന നിബന്ധന ആയിക്കോട്ടെ, ഏതൊരു കൈതുമാകട്ടെ, എന്താണ് ഒരിക്കലും ഷിർക്ക് വരില്ല എന്നാണ്. അങ്ങനെയാണെങ്കിലും എഴുതിക്കോളൂ നിങ്ങള്. ഇസ്ലാം മാസിക 2008 വന്ന നിബന്ധനകളോടാണെങ്കിൽ അത് ഷിർക്കല്ല എന്നുള്ളത് എഴുതാം. പക്ഷെ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് ഇവിടെ. അടിസ്ഥാനപരമായ കാര്യം അഥവാ മൗലിദാഘോഷം അത് ആരും ചെയ്തട്ടെ, അതിപ്പോ ഞാൻ ചെയ്താലും ആര് ചെയ്താലും അത് ബിദ്അത്താണ് എന്നുള്ള വാദത്തിന് നിങ്ങൾ മറുപടി എഴുതണം. കാരണം അതിന് എഴുതണം. കാരണം മുത്തലക്കായിട്ട് തന്നെ എന്താണ് നബിദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളാഘോഷം ബിദ്അത്താണെന്നുള്ള കാര്യം നിങ്ങൾ അതിന് മറുവാദം എഴുതണം. ബാക്കി നിങ്ങൾ പറഞ്ഞു എന്ത്, ഇതിന് മറുപടിയായിട്ട് 2008 ഇസ്ലാം മാസിൽ വന്ന കാര്യത്തിന്റെ നിബന്ധനകളോടെ ആണെങ്കിൽ അത് ശിർക്കുമല്ല എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ എഴുതണം. നിങ്ങളിവിടെ കേവലം അത് ശിർക്കല്ല എന്ന് മാത്രം എഴുതി പോരാ. നിങ്ങളിവിടെ എഴുതണം എന്താണോ ഇസ്ലാം മാസികൾ വന്നത്, ആ ഇസ്ലാം മാസികൾ വന്ന നിബന്ധനകളോടെ ആണെങ്കിൽ പോലും അവിടെ ഷിർക്ക് വരുന്നില്ല എന്ന് വ്യക്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും എന്താണ് നിരുപാധികം, എന്താ പറയാ, ഞങ്ങൾ ഷിർക്ക് പറയുന്നു എന്ന നിലക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ആ തെറ്റിദ്ധരിപ്പിക്കൽ ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഇവിടെ ഇസ്ലാം മാസികൾ എന്തുണ്ടോ ഇതാ ഒന്നുകൂടി സഹോദരന്മാർക്ക് എന്ത് ചെയ്യുന്നു, ഞാനിവിടെ കാണിക്കുന്നു. അവിടെ ഒരിക്കലും നിരുപാധികമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നിരുപാധികം
നിബന്ധനപരമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ആ നിബന്ധനകൾ കൂടി ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയിൽ അത് ഷിർക്കാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമായി പറഞ്ഞ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ സംവാദത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളെ വാർത്ത എഴുതിയിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ആര് ചെയ്താലും, അത് എന്ത് വിശ്വാസത്തോടു കൂടി ചെയ്താലും, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ആഘോഷം എന്ന് തഫ്സീർ ചെയ്തതോടുകൂടി തന്നെ അത് ബിദ്അത്തായി, ശറഇൽ ബിദ്അത്തായി എന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് നിങ്ങൾ മറുവാദം എഴുതണം. അത് ബിദ്അത്ത അല്ല നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ ഹുക്കുമ നിങ്ങൾ വേണ്ട, പക്ഷെ അത് ബിദ്അത്തല്ല, ശറഇൽ അത് ബിദ്അത്തല്ല എന്നെങ്കിലും നിങ്ങൾ എഴുതണം. അതല്ലാതെ നിങ്ങൾ കേവലം ഒരു കാര്യം വെറും ഷിർക്കല്ല എന്ന് മാത്രം എഴുതിക്കൊണ്ട് ഒരിക്കലും എന്തില്ല, ശരിയല്ല. നിങ്ങളിവിടെ ഫെബ്രുവരി 2008 മാസത്തിൽ വന്ന ആ നിബന്ധനകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് എന്തല്ല, അത് ഷിർക്കുമല്ല. മറിച്ച് അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് തന്നെ ഈ ബിദ്അത്തായ ഈ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നാൾ ആഘോഷം എന്ന് കൊണ്ടാടുന്ന കാര്യം, അത് ശറഇൽ ബിദ്അത്തല്ല. നിങ്ങൾക്ക് ഹുക്മ സുന്നത്താണെന്ന് എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടില്ല, പക്ഷെ അത് ബിദ്അത്തല്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ എഴുതണം എന്ന് എന്ത് ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. സുഹൈൽ യൂസുഫ് സാഹിബ്, നിങ്ങളോട് നേരത്തെ അബു ഇസാനോട് പറഞ്ഞതുപോലെ തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പിറകോട്ട് പോകരുത്. ബിദ്അത്താണോ അല്ലയോ എന്നുള്ള ചർച്ചനേക്കാൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് അത് ഷിർക്കാണെന്നുള്ള നിങ്ങളുടെ വാദത്തെക്കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞപ്പോ, ഷിർക്കാണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അത് വായിക്കൂ എന്നോട് വായിപ്പിച്ചതാണ്, എന്നെ കൊണ്ട് നിങ്ങൾ വായിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മല്ലേ, സുഹൈൽ യൂസുഫ് അപ്പൊ കടന്നു വന്ന ആളായിരുന്നല്ലോ. അഷ്റഫ് ബൂലൂർ സാഹിബ് എന്നെ കൊണ്ട് വായിപ്പിച്ചു. അപ്പൊ ഞാൻ നിരുപാധികം വായിച്ചില്ല. ഞാൻ പറഞ്ഞു അത് വായിക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ സംവാദത്തിന് റെഡിയാകുമോ എന്ന് ചോദിച്ചപ്പോ അതെ സംവാദത്തിന് റെഡിയാകും എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് എന്ന് ഞാൻ സലാബാക്കവി ഉസ്താദിനോട് പറയാൻ വേണ്ടി പറയുകയും അദ്ദേഹം നമ്മുടെ ഭാഗത്ത് നിന്ന് സംവാദത്തിന് റെഡിയാവുകയും ചെയ്തതിന് ശേഷമല്ലേ സുഹൃത്ത് ഞാനിത് വായിച്ചത്. അങ്ങനെ ഞാൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാഹ് മാസിക വായിച്ചത്. അവിടെ ഷിർക്കാണോ അല്ലേ എന്നുള്ളതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വാദപ്രതിവാദത്തിനാണ് ഇന്ന് നമ്മൾ ഉറക്കൊഴിവാക്കിയിട്ട് ഈ ഞായറാഴ്ച 12:30 ഇന്ത്യൻ ടൈമിൽ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അത് നിങ്ങൾ എന്തിനാ മറന്നു പോകുന്നത്, നിങ്ങൾ എന്തിനാ അതിന് പിറകോട്ട് പോകുന്നത്? പിന്നെ നിങ്ങൾ പറഞ്ഞു ഇസ്ലാഹ് മാസികയിലുള്ള ഉപാധി അനുസരിച്ചുകൊണ്ട് ഷിർക്കല്ല എന്ന് നിങ്ങൾ എഴുതണം. അതെ, ഞങ്ങൾ കൃത്യമായിട്ട് എഴുതി. ഞങ്ങളിതാ ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, മൗലിദാഘോഷം ഷിർക്കല്ല എന്ന് നിങ്ങൾ വളരെ ഏത് ഉപാധി പ്രകാരമാണെങ്കിലും മൗലിദാഘോഷം ഷിർക്കല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങളിതാ പറയുന്നു, അതെ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ആ ഉപാധി പ്രകാരവും മൗലിദാഘോഷം ഷിർക്കല്ല. ഞങ്ങളുടെ വാദം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ക്ലിയർ ആക്കി തരികയാണ്. ഇസ്ലാഹ് മാസിക 2008 ഫെബ്രുവരി മാർച്ച് ലക്കത്തിൽ പറഞ്ഞ ഉപാധി പ്രകാരവും നബിദിനാഘോഷം ഷിർക്കല്ല. പിന്നെ അത് ഷിർക്കാണോ അല്ലേ എന്നുള്ള തീരുമാനിച്ചതിന് ശേഷമല്ലേ സുഹൃത്തെ ബിദ്അത്താണോ അല്ലേ? പിന്നെ അതല്ല അടിസ്ഥാനപരമായിട്ട് ഷിർക്കാണോ അല്ലേ എന്നുള്ളത് പിന്നെ ശാഖാപരമായ വിഷയ. ബിദ്അത്താണോ അല്ലേ എന്നുള്ളത് അടിസ്ഥാനപരവും ഷിർക്കാണോ എന്നുള്ളത് ശാഖാപരവും. നിങ്ങളൊരു വാക്ക് നിങ്ങളുടെ വാദത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ആ വാക്ക് കൊണ്ടുള്ള മീനിങ് എന്ന് പോലും നിങ്ങൾ ആലോചിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ് അല്ലേ? ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, നബിദിനാഘോഷം ഇസ്ലാഹ് മാസിക 2008 ഫെബ്രുവരി മാർച്ച് ലക്കത്തിൽ പറഞ്ഞ ഉപാധി പ്രകാരമാണെങ്കിലും അത് ഷിർക്കല്ല. അത് എന്താണ് ആ ഉപാധി എന്ന് വേണമെങ്കിൽ ഞങ്ങൾ കൃത്യമാക്കി തരാം അല്ലേ? കൃത്യമാക്കി തരാം. എന്താണ് ഇസ്ലാം മാസികയിൽ പറഞ്ഞ ഉപാധി? ഇതാണ് റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നത് ഷിർക്കാകില്ല. ആ ഉപാധി ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇസ്ലാം മാസികയിൽ പറഞ്ഞ ആ ഉപാധി പ്രകാരം ഷിർക്കാകില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ പിറകോട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിറ്റേ ദിവസം ബിദ്അത്താണോ സുന്നത്താണോ, പഴയകാല മുജാഹിദുകളും ഞങ്ങളും പറയുന്നു അത് സുന്നത്ത് കർമ്മമാണ്. നിങ്ങളിപ്പോൾ ന്യൂ മുജാഹിദ് പറയുന്നു അത് ബിദ്അത്താണ്. അപ്പോൾ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഞങ്ങളെ മാത്രമല്ല നിങ്ങളെ നേതാക്കന്മാരെ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളും നിങ്ങളുടെ പഴയകാല മുജാഹിദുകളും ഞങ്ങൾ ഒരുപോലെ പറയുന്ന ഒരു വാദമുണ്ട്, സുന്നത്താണ്. അത് ഇൻഷാ അല്ലാഹ് ശിർക്കാണോ അല്ലേ എന്നുള്ള തീരുമാനിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ വാദം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ക്ലിയർ ചെയ്തു തരുന്നു. ഇസ്ലാം മാസികയിൽ പറഞ്ഞ ഉപാധി പ്രകാരമാണെങ്കിലും നബിദിനാഘോഷം ശിർക്കല്ല, അഥവാ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിലും ശിർക്കല്ല എന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വാദിച്ചു. സുഹൈൽ യൂസുഫിന് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം ഇവിടെ എം പി ദാരിമി അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ എന്താ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് ശിർക്കല്ല എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് എന്താ വിചാരിക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് നിരുപാധികം ശിർക്കാണ് എന്നുള്ള ധ്വനി എന്തായാലും സാധാരണക്കാർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വകയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അത് എന്തായാലും ഇസ്ലാം വായിച്ചതോടെ ആൾക്കാർക്ക് എന്ത് മനസ്സിലായി? അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ഇവിടെ ചെയ്തു? MT ദാരിമി അവസാനം ഈ ഒരു ഉപാധി വെച്ചുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് അതിന് തയ്യാറായി. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മൗലിദ് ആഘോഷം എന്ത് രീതിയിലുള്ള കാര്യമാകട്ടെ, ഷിർക്കാകട്ടെ ഷിർക്കല്ലാതാകട്ടെ, അത് അടിസ്ഥാനപരമായിട്ട് ബിദ്അത്ത്, ശറഇൽ ബിദ്അത്താണ്. ബിദ്അത്ത് കേവലം ഒരു ചെറിയൊരു തെറ്റില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ആ നരകത്തിലേക്ക് പോകുന്ന കാര്യം തന്നെയാണ് ഈ കാര്യം. അഥവാ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നാൾ ആഘോഷിക്കുന്ന ആ പുത്തനാചാരം, അത് ബിദ്അത്താണ്. വേണമെങ്കിൽ ഇതിലൂടെ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ബിദ്അത്ത് തന്നെയാണ് ഈ ബിദ്അത്ത് എന്നുള്ള കൂടി ഇതിൽ ഞങ്ങൾ വേണമെങ്കിൽ എഴുതാം. പക്ഷെ നിങ്ങൾ അതിന് പകരം അത് ബിദ്അത്ത് അല്ല എന്ന് കൂടി എഴുതണം. ബാക്കിയൊക്കെ റെഡിയാണ്. ഈ ഒരു കാര്യം ഇത് ഒന്നെങ്കിൽ സുന്നത്താണ് നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എഴുത്, പക്ഷെ ഇത് ബിദ്അത്ത് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ എഴുതണം. കാരണം ഇത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ഒരാൾ ചെയ്തു, അഥവാ ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നിർദ്ദേശിച്ച് ചെയ്തൊരു കാര്യം ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം എന്ന നിയത്തോട് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം ബിദ്അത്താണ്. എന്നാൽ അത് ശിർക്കാണോ? അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊള്ളുന്ന ഒരു വാദം കൂടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അടിസ്ഥാനപരമായി റബീഉൽ അവ്വലിൽ നടത്തി വരാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നാൾ ആഘോഷം ശറഇൽ ബിദ്അത്താണ്. ശറഇൽ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴികേട് മാത്രമാണ്. ശറഇൽ നല്ലതില്ല, ചീത്തതില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ആ കാര്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നാൾ ആഘോഷം. അതുകൊണ്ട് നരകത്തിൽ കിടക്കുന്നത് ഒരു ചെറിയൊരു സംഭവമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. എന്റെ MT ദാരിമി ഉസ്താദിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഫെബ്രുവരി മാസത്തിലെ ആ ഒരു കൈത് നിങ്ങൾ കൂട്ടിച്ചേർത്തതുപോലെ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇത് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് എന്താണ്, അത് ബിദ്അത്തല്ല, ശറഇൽ ബിദ്അത്തല്ല എന്ന് കൂടി നിങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു കാര്യം കൂടിയും എന്ത് ചെയ്യണം? സലാം ബാക്കവി ഉസ്താദും അതുപോലെ ഗഫൂർ അൻവരി ബാക്കിയുള്ളവരും കൂടി എന്ത് ചെയ്യണം? കാരണം മനസ്സിലാക്കണം. കാരണം ഇതിപ്പോ കേവലം ഷിർക്ക് ചെയ്യുന്ന മാത്രമല്ല, ബിദ്അത്ത് ചെയ്യുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് എന്താണ് അള്ളാഹുവിന്റെ പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തആല അവർക്ക് ഇതൊരു അള്ളാഹുവിന്റെ തആല കുർബത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നരകത്തിലേക്ക് അവർക്ക് എത്തിക്കും എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് എന്താണോ വാദം, ആ വാദം ഇവിടെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നബിദിനാഘോഷം നടത്തുന്നത് ഷിർക്കാകുന്നു എന്ന ഇസ്ലാഹ് മാസികയുടെ വാദത്തെയാണ് നമ്മൾ അതിനെ സംബന്ധിച്ചാണ് ഇപ്പോ സംവാദത്തിന് തയ്യാറായിട്ടുള്ളത്. അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതും അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോ ഞങ്ങൾക്ക് അതിനെ ഗണ്ണിക്കാൻ നബിദിനാഘോഷം ഷിർക്കല്ല എന്ന് പറഞ്ഞത് എത്രത്തോളം പൂർണ്ണമായും അതിന് നേരെ എതിരായ വാദമാകുന്നു. ഏത് കൈത് പ്രകാരവും അത് ഷിർക്കല്ല, ഇതെല്ലാവർക്കും മനസ്സിലാവുന്നതാ. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ്, നിങ്ങളൊരു അനാവശ്യ വാശി പിടിച്ചത് കൊണ്ട് മാത്രമാണ്. കാരണം എന്താ? നബിയുടെ പ്രീതി ഉദ്ദേശിക്കുക എന്ന കാരണമാവട്ടെ, ഇനി അതല്ല വേറെ വല്ല കാരണം നിങ്ങൾ പറഞ്ഞാലും ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലും അത് ശിർക്കല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി വേറൊരു കാരണം പറഞ്ഞ് നിങ്ങൾ വന്ന അതിന് വേറെ സംവാദം നടത്തേണ്ടതില്ലല്ലോ. ഏത് വാദപ്രകാരം ഏത് കാരണത്തോടു കൂടെയാണെങ്കിലും അത് ശിർക്കല്ല. അത് ഞങ്ങൾ അങ്ങനെ ആദ്യം പറഞ്ഞു, അങ്ങനെ വിശാലമായി പറഞ്ഞു. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നബിയുടെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ശിർക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഇനി മറ്റു വല്ല കാരണങ്ങളാണോ, അതുകൊണ്ടൊന്നും അത് ശിർക്കല്ല. ഇന്ന് സുന്നികൾ നടത്തി വരുന്ന നബിദിനാഘോഷം ശിർക്കല്ല. പക്ഷെ നിങ്ങളൊരു അനാവശ്യമായൊരു വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ആ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മൗലിദാഘോഷത്തിലെ അമലുകൾ, മൗലിദാഘോഷം അത് ശിർക്കല്ല, അത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇനി പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അത് ബിദ്അത്താണെന്ന് പറയുന്നത്?
ഒരു ഷിർക്കാണെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബിദ്അത്ത് എന്ന് വാദിക്കുന്നത്? ഇവിടെ പറയുന്നത് റസൂലുള്ളാഹിയുടെ പൊരുത്തം ഉദ്ദേശിച്ച് നടത്തുന്നതിനല്ലേ? ഇവിടെ റസൂലുള്ളാഹിയുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് സുന്നികൾ ഇതൊക്കെ നടത്തുന്നതെന്ന് നിങ്ങൾ പറയുകയും ചെയ്തല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് അത് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. റസൂലുള്ളാഹിയുടെ പൊരുത്തം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അള്ളാഹുവിന്റെ പൊരുത്തം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഷിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നു ഷിർക്കല്ല. ഈ നിങ്ങൾ ഷിർക്കാണെന്ന് പറഞ്ഞ ഒരു ഷിർക്ക് എങ്ങനെയാണ് ബിദ്അത്താവുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിദ്അത്തിനെ പഠിപ്പിച്ചത് ഷിർക്കായ കാര്യങ്ങളെ സംബന്ധിച്ചാണോ കുഫറായ കാര്യങ്ങളെ സംബന്ധിച്ചാണോ? ഷിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ നിങ്ങൾ പറയുന്നു ബിദ്അത്താണെന്ന്. എത്ര വലിയ അബദ്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ആ ഷിർക്കാണെന്ന വാദം നിങ്ങൾ പിൻവലിക്കൂ, എങ്കിൽ നമുക്ക് ബിദ്അത്ത് എന്ന വിഷയത്തെ ചർച്ചയിലേക്ക് കടക്കാം. അതല്ല എങ്കിൽ ഷിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബിദ്അത്താണ് എന്നോ അതല്ലെങ്കിൽ വാജിബാണ് എന്നോ മുസ്തഹബാണ് എന്നോ ജായിസാണ് എന്നോ ചർച്ചയ്ക്കേ ഇവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ഇവിടെയുള്ളത് നബിയുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മൗലിദാഘോഷം നടത്തുന്നത്, അങ്ങനെയാണല്ലോ നടത്തുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് ഷിർക്കാണെന്ന് നിങ്ങൾ അടിവരയിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങൾ പിന്നെ ബിദ്അത്താണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ആ നിലക്ക് ആ നിബന്ധന പ്രകാരം ഷിർക്കല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു. ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി കടന്നുണ്ടാക്കിയ കാര്യങ്ങളാണ്, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിൽ ഷിർക്കുണ്ടാവും, കുഫർ ഉണ്ടാവും, ഹറാം ഉണ്ടാവും, അല്ല പല കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദാഘോഷം എന്ന് പറയുന്ന കാര്യം, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്താണ്? ഷറഇൽ ബിദ്അത്താണ്, വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറയുന്ന ഹദീസിന്റെ അടിയിൽ വരുന്നതാണ്. ഇനി നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യം അഥവാ ഇസ്ലാം മാസികളിലത്തെ എന്ത് ചെയ്യാം, അതിന്റെ ഉപാധി എന്താണെന്നുള്ളതും ഇവിടെ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എന്നാൽ മൗലിദാഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധന കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം ശിർക്കാണ്, ആ നിലയിൽ മൗലിദാഘോഷം ശിർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇസ്ലാം മാസികയിൽ നിരൂപാധികമായി മുത്തലക്കായി ശിർക്ക് വരുന്നു എന്ന് നിങ്ങൾ സ്ഥാപിക്കുക? എങ്ങനെയാണ് ആ നിലയിൽ മൗലിദാഘോഷിക്കുന്നത് ഷിർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മൗലിദാഘോഷം ഷിർക്കല്ല എന്ന് മാത്രം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് മറുവാദമായിട്ട് പറയുക? ഒരിക്കലും അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങളിവിടെ പറഞ്ഞു ഫെബ്രുവരി ഇസ്ലാം മാസികയുടെ അടിസ്ഥാനത്തിലുള്ള ആ കായിക അനുസരിച്ചാലും അത് ഷിർക്കല്ല. അത് എഴുതണം. ഫെബ്രുവരി 2008 മാസികയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ആ കൈദ് അനുസരിച്ച് അത് ഷിർക്കല്ല എന്ന് എഴുതുക. മാത്രമല്ല നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളിപ്പോ എന്ത് തന്നെ ചെയ്താലും, ഏതൊരു ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾ സദഖ തന്നെ ചെയ്താലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നാൾ ആഘോഷം എന്ന നിലക്ക് നിങ്ങൾ ചെയ്തോ, അതെന്താണ്? അത് ബിദ്അത്താണ്, വലായത്താണ്, നരകത്തിലേക്കുള്ള കാര്യമാണ്. അതുകൂടി നിങ്ങൾ എഴുത്. നരകത്തിൽ കിടക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. അത് നിങ്ങൾ എഴുതിയാൽ മതി, അത് ബിദ്അത്തല്ല എന്ന് കൂടി എഴുതിയാൽ മതി. ഞങ്ങൾ ബിദ്അത്താണ് എഴുതി, നിങ്ങൾ അത് ബിദ്അത്തല്ല, നിങ്ങൾ വേണമെങ്കിൽ സുന്നത്താണ് എഴുതിക്കാം, അല്ലെങ്കിൽ എന്താ വാജിബാണ്, എന്ത് വേണമെങ്കിൽ എഴുതിക്കാം. പക്ഷെ അത് ബിദ്അത്തല്ല എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതണം. അതുപോലെ തന്നെ ഇസ്ലാം മാസികയിൽ വന്ന ആ കൈദ് അനുസരിച്ചിട്ട് അത് ശിർക്കുമല്ല എന്ന് കൂടി നിങ്ങൾ വ്യക്തമായി തന്നെ എഴുതണം. നിങ്ങളുടെ ഇതിലൊന്നും വ്യക്തമല്ല, ഒന്നുമില്ല, ഇവിടെ ഒന്നും ശരിക്കും വ്യക്തമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുമില്ല. നിങ്ങൾ കേവലം എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ കേവലം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിവസം ശിർക്കല്ല എന്നുള്ള കാര്യം മാത്രം എഴുതിയിട്ട് സാധാരണക്കാർക്ക് ഞങ്ങൾ അത് നിരൂപാധികമായിട്ട് ശിർക്ക് പ്രഖ്യാപിക്കുന്നു എന്ന നിലക്ക് നിങ്ങൾ വരുത്തി തീർക്കുകയാണ് ചെയ്തത്. അതെന്തായാലും MT ദാരിമി ഉസ്താദ് അന്ന് വായിച്ചപ്പോൾ തന്നെ അൽഹംദുലില്ലാ മുജാഹിദ് കേരളത്തിൽ മനസ്സിലായി ആ കാര്യം എന്താണ്, അത് ശരിയായതല്ല, മറിച്ച് അത് ഉപാധികളോട് കൂടി അതിന്റെ കൈതോട് കൂടി ചേർത്തി പറഞ്ഞൊരു കാര്യമാണ് കൊണ്ട് തന്നെ അതൊരിക്കലും നിരൂപാധികമായി ശിർക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുമില്ല. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ സഹോദര? ഞങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അവിടെ നൂർ ഫൈസി പേസ്റ്റ് ചെയ്ത് കണ്ടില്ലേ? ഞങ്ങൾ പറഞ്ഞത് നബി ദിനാഘോഷം ശിർക്കല്ല. നിങ്ങൾ പറഞ്ഞ ഉപാധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശിർക്കല്ല എന്നാ.
നിങ്ങൾ പറഞ്ഞ ഉപാധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശിർക്കല്ല എന്നല്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളിതാ അതിൽ ചെറിയ ഒരു ക്ലിയറൻസ് വരുത്തിക്കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല. പിന്നെന്താ ഞങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ മൈക്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ആ പബ്ലിക്കിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് ഓർമ്മ കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ പറയേണ്ടി വരുന്നത്. അതൊന്ന് നോക്കിയാൽ മതിയിരുന്നില്ലേ? നൂർ ഫൈസി അടിച്ചത് കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള. ഇനി ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് പ്രകാരം എന്ന് ചേർക്കണോ? ചേർക്കാം. ഇതാ ഫെബ്രുവരി മാർച്ചിലക്കം 2008 ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് പ്രകാരം അങ്ങനെ നിങ്ങൾക്ക് ചേർക്കണമെന്ന് ഞങ്ങളെ വാദത്തിൽ കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർക്കാം. അതിനൊന്നും തർക്കിച്ചുകൊണ്ട് സഹോദര സമയം കളയണ്ട. ഇപ്പൊ നമ്മൾ രണ്ട് കൂട്ടരും കൂടി ഇതുവരെ സംസാരിച്ചതിൽ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഞാനുമായിട്ടുണ്ടായ സംസാരത്തിൽ നബിദിനാഘോഷം ഷിർക്കാണെന്ന് നിങ്ങൾക്ക് നവമുജാഹിദുകൾക്ക് വാദമുണ്ടെന്നുള്ളത് എവിടെയാണ് പറഞ്ഞതെന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വായിപ്പിച്ചപ്പോൾ വായിക്കുന്നതിന് മുമ്പ് ഞാൻ നടത്തിയ ഉപാധി അനുസരിച്ചാണ് വാദപ്രതിവാദത്തിന്റെ ചർച്ച വരുന്നതും ആ ഉപാധി പ്രകാരമുള്ള ചർച്ചക്കാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയതും എന്നുള്ള കാര്യം കൃത്യമാണല്ലോ. അത് റെക്കോർഡുണ്ടല്ലോ. ആ റെക്കോർഡ് അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇസ്ലാഹ് മാസികയാണ് നമ്മുടെ മാനദണ്ഡം. അപ്പൊ ആ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഉപാധി അനുസരിച്ചേക്കോട്ടെ, ആ ഉപാധി പ്രകാരമാണെങ്കിലും ശിർക്കല്ല എന്നാണ് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കിവിടെ പറയുന്നത്. നിങ്ങൾ ഇത് ശിർക്ക് ആരോപിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ശിർക്കല്ലാത്തൊരു സംഗതിയെ സംബന്ധിച്ച് ശിർക്കാണെന്ന് പറയുന്നതും ബിദ്അത്താണ്. സുഹൈൽ യൂസുഫെ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുബ്തദിഈങ്ങള്, പച്ച ബിദ്അത്തിന്റെ ആൾക്കാർ നിങ്ങളാണ് ഈ വിഷയത്തിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശിർക്കല്ലാത്തൊരു കാര്യത്തെ ശിർക്കാക്കൽ ബിദ്അത്താണ്. തൗഹീദായ ഒരു കാര്യത്തെ ശിർക്കാക്കലും ശിർക്കായ ഒരു കാര്യത്തെ തൗഹീദാക്കലും ഒക്കെ ബിദ്അത്താണ്, കള്ളവാദമാണ്. നിങ്ങൾ ബിദ്അത്തിന്റെ വാദം ഉന്നയിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇസ്ലാഹ് മാസിക തന്നെയാണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല. അതല്ലേ ഇസ്ലാഹ് മാസിക? ഇനി വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടി പറയാം. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഉപാധി പ്രകാരം അത് ശിർക്കല്ല എന്ന് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ചേർക്കുക. ഇസ്ലാഹ് വിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ബിദ്അത്തിന്റെ വാദം, അല്ലെ? എന്താണോ ശിർക്കാവാൻ നിങ്ങൾ എന്തൊരു ഉപാധിയാണോ ഇസ്ലാഹിൽ പറഞ്ഞതെങ്കിൽ ആ ഉപാധി അനുസരിച്ചാണെങ്കിലും ശിർക്കല്ല. ശിർക്കാണ് ആവാൻ എന്തൊരു ഉപാധിയാണോ ഇസ്ലാഹ് പറഞ്ഞതെങ്കിൽ അതനുസരിച്ചു തന്നെ നബിദിനാഘോഷം ശിർക്കല്ല. ഒന്നുകൂടി ഞങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ആവശ്യപ്രകാരം. അപ്പൊ നമ്മൾ രണ്ട് കൂട്ടരും ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തണമെന്നുള്ള കാര്യത്തിൽ യോജിപ്പിലെത്തിയിട്ടുണ്ടല്ലോ. ബിദ്അത്തിന്റെ കാര്യത്തിലല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് തർക്കമല്ലല്ലോ. അതുകൊണ്ട് ഇരു കൂട്ടരും തർക്കമില്ലാത്തൊരു പോയിന്റിൽ നമ്മൾ നിൽക്കുക. ഇൻഷാ അല്ലാഹ് ബിദ്അത്താണോ പുണ്യകർമ്മമാണോ എന്നുള്ള വിഷയത്തിൽ ഞങ്ങളും നിങ്ങളുടെ പഴയകാല മുജാഹിദീങ്ങളും പുണ്യകർമ്മമാണെന്ന് പറയുന്നു. നിങ്ങൾ മാത്രം അത് ബിദ്അത്താണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള സംസാരം ഇൻഷാ അല്ലാഹ് അടുത്ത ടൈമിൽ നമുക്ക് നടത്താം. നിങ്ങൾ പറഞ്ഞു ബിദ്അത്താഘോഷിക്കുന്നവർ ബിദ്അത്ത് വലാലത്തും നരകത്തിലുമാണെന്ന്. കേമൗലം ഈ കേമൗലം ഒക്കെ നരകത്തിൽ കടന്ന് വെണ്ണൂറാകുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല എന്റെ സഹോദര. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇമാം നബി റഹ്മത്തുള്ളാഹി സലാത്തുർ റഗായിബിനൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അസ്സലാത്തുൽ മഅറൂഫത്തു ബി സലാത്തുർ റഗായിബ് വഹിയ സനത അശ്റത റകഅത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറത്താനി കബീഹത്താനി. ആ നമസ്കാരം എന്താണ്? വൃത്തികെട്ട അത് മോശമായ ബിദ്അത്തുകളാണ്. ഇനി ആ കാര്യം എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഈ നമസ്കാരത്തെ പറ്റിയിട്ടുള്ള പുണ്യകർമ്മങ്ങൾ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അതൊക്കെ എവിടെയുണ്ട്? ഇഹ്യാ ഉലൂമുദ്ദീനിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസ്സാലി കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ടൊന്നും ഗസ്സാലിയുടെ ആ കിതാബ് കൊണ്ടൊന്നും നിങ്ങൾ വഞ്ചിതരാകരുത്. അപ്പൊ ഇമാം ഗസ്സാലി അതൊക്കെ പുണ്യകർമ്മമാണെന്ന് കരുതി കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതൊക്കെ അനുഷ്ഠിച്ചിരിക്കുന്നു. അത് ജനങ്ങളിലേക്ക് ദഅവത്ത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇമാം നവവിയൊക്കെ ഇങ്ങനെ ഗസ്സാലിയൊക്കെ നരകത്തിലേക്ക് കൊണ്ടായിരിക്കുന്നു അതൊക്കെ ഇങ്ങനെ കാണണം എന്നാണോ? ഒരിക്കലുമല്ല. അല്ലാഹു തആല ഗഫൂർ റഹീമാണ്. ആ നിലയ്ക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഇജ്തിഹാദിന്റെ ഒരു ചെറിയ കാര്യം തെറ്റുപറ്റി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് അവർക്ക് അവരുടെ ഇജ്തിഹാദിന്റെ കൂലി അനുസരിച്ച് എന്ത് കിട്ടും? അവർക്ക് സവാബ് നൽകിയേക്കാം. എന്നാൽ ഒരിക്കലും ബിദ്അത്ത് എന്ന നിലയ്ക്ക് ഒരിക്കലും ഇതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന നിലയ്ക്ക് ഒരിക്കലും കിട്ടില്ല. ആ ബിദ്അത്തിൽ അവരുടെ ഇജ്തിഹാദിൽ എന്തെങ്കിലും തെറ്റുകെട്ടി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ആ പണ്ഡിതന്മാർക്ക്, നിഷ്കളങ്കങ്ങളായ പണ്ഡിതന്മാർക്ക് എന്ത് പറ്റും? അവർക്ക് അല്ലാഹു തആല കൂലി കൊടുത്തേക്കാം എന്ന് വ്യക്തമായി തന്നെ പറയണം. അതുകൊണ്ട് കെ.എം. മൗലവി അവരൊക്കെ അൽഹംദുലില്ലാഹ് അവരൊന്നും ഒരിക്കലും നിങ്ങൾ ഈ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും
എന്ത് ചെയ്തിട്ടില്ല, അവർ പ്രചരിപ്പിച്ചിട്ടില്ല, ഒരിക്കലില്ല. അവരൊരിക്കലും ഒരു നേരത്തുള്ള ശിർക്കും ചെയ്തിട്ടില്ല, മറിച്ച് അവർക്ക് തൗഹീദിന്റെ പടയാളുകളാണ്. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾ ആ കൈത് എഴുതണം. ഇസ്ലാം മാസികയുടെ അടിസ്ഥാനത്തിനാണല്ലോ നിങ്ങൾ എന്ത് ചെയ്തത്, ഞങ്ങളെ ആ ഒരു ഉപാധി വെച്ചത് ഇസ്ലാം മാസിക എന്ന് പറയുകയും, എന്നിട്ട് ഇപ്പോൾ ഇസ്ലാം മാസിക നിങ്ങളെ വാദത്തിൽ കാണില്ല, അത് ഇതിൽ കൂട്ടിച്ചേർക്ക്, എന്നിട്ട് നിങ്ങൾ ഇത് ബിദ്അത്തല്ല എന്നും കൂടി പറയണം. കാരണം ഇവിടെ ആളുകളൊക്കെ ജന്മദിനാഘോഷം കൊണ്ടുവരുന്നത് അള്ളാഹുവിൽ നിന്നും കൂലി കിട്ടുമെന്ന നിലക്കാണ്. അതിന്റെ സത്യാവസ്ഥ, അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്തല്ല, നരകത്തിലേക്ക് അഴിക്കുന്ന ഒരു കാര്യം കൂടിയല്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ കടക്കാം. നിങ്ങൾ എന്തായാലും ഇപ്പോ ഇസ്ലാം മാസികയുടെ ഉപാധിയോട് കൂടിയുള്ള കാര്യമാകട്ടെ, അതും ശിർക്കല്ല എന്ന് പറഞ്ഞു എഴുതണം. അത് നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ഇവിടെ ആരായാലും കുഴപ്പമില്ല, ആ ഒരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമായി തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ എഴുതണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് എന്ത് ചെയ്യണം, നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം അടിസ്ഥാനപരമായിട്ട് അത് പുണ്യകർമ്മമാണ്, അല്ലെങ്കിൽ സുന്നത്താണ്, അല്ലെങ്കിൽ അത് ബിദ്അത്തല്ല, ശറഈൽ ബിദ്അത്തല്ല, മോശപ്പെട്ട ബിദ്അത്തല്ല എന്നുള്ളത് കൂടിയും എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അൽഹംദുലില്ലാ, ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങളുടെ വാദം ഞങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് പറയുന്നു. നബിദിനാഘോഷം ശിർക്കാവാൻ എന്തൊരു ഉപാധിയാണോ ഇസ്ലാഹ് മാസിക പറഞ്ഞത്, ആ ഉപാധി പ്രകാരം തന്നെ നബിദിനാഘോഷം ശിർക്കല്ല. ഇതാണ് ഞങ്ങളുടെ വാദം. നബിദിനാഘോഷം ശിർക്കാവാൻ എന്തൊരു ഉപാധിയാണോ ഇസ്ലാഹ് മാസിക പറഞ്ഞതെങ്കിൽ ആ ഉപാധി പ്രകാരം തന്നെ നബിദിനാഘോഷം ശിർക്കല്ല. പിന്നെ സഹോദരൻ തന്നെ പറഞ്ഞു, സുഹൈൽ യൂസുഫ് തന്നെ പറഞ്ഞു, നെക്സ്റ്റ് ടൈമിൽ അത് ബിദ്അത്തിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലോ, എല്ലാവരും കേട്ടതല്ലേ? അതെ, ശരി. ശിർക്കാണോ ശിർക്കല്ലേ, ഈ കാര്യം തീരുമാനമാകട്ടെ. ആ കാര്യം തീരുമാനമാക്കപ്പെട്ടതിന് ശേഷം നെക്സ്റ്റ് ടൈമിൽ ഇൻഷാ അല്ലാഹ് അത് ബിദ്അത്താണോ അല്ലേ, എന്താണ് അതിന്റെ ഹുക്കും എന്ന് കൃത്യമായിക്കൊണ്ട് ഞങ്ങൾ പറയും. പിന്നെ കെ എം മൗലവിക്ക് നമ്മൾ പറയുന്നത് പോലൊന്നും കെ എം മൗലവി പറഞ്ഞിട്ടില്ല എന്നാ. ഇപ്പൊ എന്താ 3 വാദങ്ങളാണ് മൗലിദാഘോഷ വിഷയത്തിൽ മുജാഹിദുകളുടെ പക്കൽ നമ്മൾ കേട്ടത്. കെ എം മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ കണ്ടോ, അൽ മുർഷിദിന്റെ ഒരു ഹെഡിങ് തന്നെ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാവുക എന്നാ. അൽ മുർഷിദിന്റെ ഒരു ഹെഡിങ് റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാവുക. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദത്തുണ്ടിലായി ഭവിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായത് എന്നതാണ് ഇതിന് കാരണം. ആ മാസം കൊണ്ടാടുവാൻ മുസ്ലിങ്ങൾ ഉത്സുകരായി തന്നെ ഇരിക്കുന്നു. അൽ മുർഷിദിന്റെ വരികളാ ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കും? അതേപോലെ തന്നെ അൽ ഇർഷാദിന്റെ വരി, റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ മുസ്ലിങ്ങളാണോ അവരൊക്കെ ഈ കാര്യം ചെയ്യുന്നുണ്ടെന്നാ? അപ്പോ നമ്മുടെ വാദം ക്ലിയർ ആയിട്ടുണ്ട്. എന്തൊരു ഉപാധി പ്രകാരമാണോ ഷിർക്കാകുമെന്ന് ഇസ്ലാഹ് മാസിക പറഞ്ഞത്, അതേ ഉപാധി പ്രകാരം ഷിർക്കല്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈമിൽ ബിദ്അത്താണോ അല്ല എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. സഹോദരന്മാരെ, ഇവിടെ കാര്യം വളരെ കൃത്യമായി സഹോദരൻ സുഹൈൽ യൂസുഫ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോ നേരത്തെ ഇവിടെ വായിച്ചിട്ടുള്ള വിഷയത്തിൽ എന്നാൽ മൗലിദ് ആഘോഷിക്കുന്നവർ, MT ദാരിമി അവിടെ കാണിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. എന്നാൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അതിനു മുമ്പ് ഒരു ഹാല് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് എന്നാൽ മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല. അപ്പൊ ചില ആളുകൾ ഉണ്ടാവും അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം.
അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരെയും അടച്ചു നമുക്ക് എന്തില്ല, അത് പറയേണ്ടതില്ല, അത് ശിർക്കാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അതുകൊണ്ട് ഒരാൾ അത്തരത്തിലുള്ള കാര്യം ചെയ്താൽ അത് ബിദ്അത്ത് തന്നെയാണ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബിഈങ്ങളോ തബഅ തബഈങ്ങളോ അതൊന്നും ചെയ്തിട്ടില്ല, അവർക്കൊട്ട് പരിചയമില്ല. ഇത് നേരത്തെ നിങ്ങൾ ഇവിടെ വായിച്ചു, അൽ മുർഷിദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു. ശരി, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇത് നിങ്ങളുടെ ലേഖനങ്ങളിൽ തന്നെ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ എത്രയെത്ര ലേഖനങ്ങൾ അത് അടിസ്ഥാനപരമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ആർക്കും പരിചയമില്ല, അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നുള്ളത് എത്രയെത്ര പരാമർശങ്ങൾ നിങ്ങളുടെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ വായിക്കണമെങ്കിലോ? ഇവിടെ അതൊന്നുമല്ല വിഷയം. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മൗലൂദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധന കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അടിസ്ഥാനപരമായി ശറഇൽ ബിദ്അത്തായ ഒരു കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്നത്. അതിനൊരു തെളിവും ദീനുൽ ഇസ്ലാമിലില്ല, അതുകൊണ്ട് അത് ബിദ്അത്താണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അത് ശിർക്കാവുന്ന രംഗങ്ങളും ഘട്ടങ്ങളും ഒക്കെയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ വാദപ്രതിവാദ വേദിയിൽ അത് ഞങ്ങൾ തെളിയിക്കും. എന്താണ്, എപ്പോഴാണ്, ഏതാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കൃത്യമായി ചോദിച്ചോ, ആ സമയത്ത് മണിമണിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് തന്നെയാണ്. ഇല്ല, തഴവയുടെ ബാക്കി വരി കൂടി വായിക്കണ്ട. കാരണം എന്താണെന്നറിയോ? ഇതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കെ മൗലവി റഹ്മത്തുള്ളാഹി തആല റഹ്മത്തുൻ വാസിഅ അദ്ദേഹം എഴുതിയ ഭാഗങ്ങൾ അതിന്റെ അപ്പുറവും ഇപ്പുറവുമുണ്ട്. അത് നിങ്ങൾ വായിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തഴവ എഴുതി വായിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ കെ മൗലവിയുടെ ഭാഗം വായിക്കേണ്ടതില്ലാത്തത് കൊണ്ട് എനിക്കിത് വായിക്കേണ്ടതില്ല. ഓക്കെ, ടൈം ആവറായെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം. ഹലോ, ബഹുമാനപ്പെട്ട സുഹൃത്തെ, ഇവിടെ നിങ്ങൾ പറഞ്ഞു നിങ്ങളെന്താ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നത്? നിങ്ങളുടെ ഇസ്ലാഹ് മാസികയിൽ എന്തൊരു നിബന്ധന പ്രകാരം ഷിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞോ, അത് അടിസ്ഥാനത്തിൽ ആ നിബന്ധന പ്രകാരം തന്നെ ഷിർക്കല്ല എന്ന് ഞങ്ങൾ എഴുതണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളത് എഴുതി, ഞങ്ങൾ ആ വാദം പ്രഖ്യാപിച്ചു. ഇനി ആ വിഷയം തീരുമാനിച്ചാൽ പോരെ? അത് നിങ്ങൾ തീരുമാനിക്കൂ. അതിനുശേഷം ഷിർക്ക് എന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചാൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇനി എവിടെ വേണമെങ്കിലും എഴുതുകയും ചെയ്യാം. നിങ്ങൾ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞിട്ടുള്ള ആ 2008 ഉള്ള ആ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞിട്ടുള്ള നിബന്ധന പ്രകാരം മൗലിദാഘോഷം നടത്തുന്നത് ശിർക്കല്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, എല്ലാവർക്കും കേൾക്കാലോ. എഴുതുകയും ചെയ്യാം. യൂനുസ് ഫൈസി അത് എഴുതി കൊടുത്തോളൂ, സുന്നിസ് എഴുതി കൊടുത്തോളൂ. അത് പലവട്ടം എഴുതുകയും ചെയ്തു. ഇവിടെ ഇതിന്റെ മുമ്പ് എഴുതി കഴിഞ്ഞു. ആ ഇസ്ലാഹ് മാസിക എന്ന് കൂട്ടണമെങ്കിൽ കൂട്ടായെന്നും പറഞ്ഞു. ആ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഡിമാൻഡ് ഞങ്ങളിവിടെ എഴുതി. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് നബിയുടെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടെന്നാണ്. നബിയുടെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ അത് ശിർക്കാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ നബിയുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് ശിർക്കല്ല എന്ന് ഞങ്ങൾ എഴുതി. ഇനി കൂടെ വേണമെങ്കിൽ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഏതൊരു കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ ഡിമാൻഡ് അടിസ്ഥാനത്തിൽ ഉപാധിയുടെ അടിസ്ഥാനത്തിലും ശിർക്കല്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. നിങ്ങൾ പറയുന്നു അത് ശിർക്കാണെന്ന്. ആ ശിർക്കാണെന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നെ ബിദ്അത്തല്ല എന്നുകൂടി പറയണം. ദീനിൽ കടത്തിക്കൂട്ടുന്നതാണ് ബിദ്അത്ത് എന്ന് ഇപ്പൊ തന്നെ സുഹൈൽ യൂസുഫ് പറയുകയുണ്ടായി. ഷിർക്ക് ദീനിൽ കടത്തിക്കൂട്ടുന്നതാ, അത് ദീനിന്റെ പുറത്തുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഷിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് അത് തെളിയിക്കപ്പെടാത്ത കാലത്തോളം അതിനെ സംബന്ധിച്ച് പിന്നീട് ആ ബിദ്അത്താണ് അല്ല എന്നൊരു ചർച്ച, അതൊരു വിഡ്ഢിത്തമാണ്. അത്തരം പോയത്തങ്ങൾക്ക് ഞങ്ങളെ കിട്ടുകയില്ല. ഇന്ന് നിങ്ങൾ ഷിർക്കല്ല എന്ന് സമ്മതിക്കൂ, അതിൽ നിന്ന് നിങ്ങൾ പിന്മാറൂ, എങ്കിൽ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഏത് കാരണത്താൽ ഇസ്ലാഹ് മാസികയിൽ 2008 ഇസ്ലാഹ് മാസികയിൽ
ഏതൊക്കെ കാരണത്താൽ ഇത് ശിർക്കാണെന്ന് പറഞ്ഞോ ആ കാരണങ്ങളാൽ ഒന്നും അത് ശിർക്കല്ല. അടിവരയിട്ട് ഞങ്ങൾ പറയുന്നു, കൃത്യമായി ഞങ്ങൾ പറയുന്നു. അല്ല, 100 പൈസ എഴുതി. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഉപാധിയുടെ അടിസ്ഥാനത്തിലും മൗലിദ് ശിർക്കല്ല. വളരെ കൃത്യമായി ഞങ്ങൾ എഴുതി. അത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം നവവി ഗസാലി ഇമാമൊക്കെ ഇജ്തിഹാദ് ചെയ്ത പോലെയാണ് ഷിർക്കിലും തൗഹീദിലും KM മൗലവി NK മൗലവിയൊക്കെ ഇജ്തിഹാദ് ചെയ്തത് എന്ന്. വല്ലാത്ത സംഭവം തന്നെയാണ് അത് സഹോദര. ഇജ്തിഹാദ് ചെയ്യുന്നത് തൗഹീദിലും ഷിർക്കിലും ഇജ്തിഹാദ് ചെയ്തതിന്റെ അപകടം തന്നെയാണ് സംഭവിച്ചത്. ഒരു കൂട്ടർ ഷിർക്കാണെന്ന് പറയുക, മറ്റൊരു കൂട്ടർ അത് വലിയ സുന്നത്താണെന്ന് പറയുക. ഈ കാര്യങ്ങൾ നബിയുടെ കാര്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് ചെയ്യുന്നു, അതൊക്കെ അതിനെല്ലാവരും വരവേൽക്കണമെന്ന് പറയുക. ഇങ്ങനെ പറയുന്നതൊക്കെ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, ഒരു കാര്യം ഇപ്പം എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നറിയാവോ? നാട് നീളെ പുണ്യമാണോ, ജന്മദിനം പുണ്യമാണോ, പിറന്നാളാഘോഷം പുണ്യമാണോ, നബിദിനം പുണ്യമാണോ എന്ന് നാട് നീളെ പ്രസംഗിക്കുന്ന ഇവർക്ക് ഇത് സുന്നത്താണ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണെന്നോ എഴുതാനുള്ള ധൈര്യം ഇവർക്കില്ല. കാരണം ഈ സലാം ബാക്കവി തന്നെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സഹോദരന്മാരെ, ഇത് കേൾക്കുന്ന ആളുകളോടാ പറയുന്നത്. ഈ സംവാദത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? അതിൽ എവിടെയാണ് ഇസ്ലാഹ് മാസിക വന്നത്? ഇസ്ലാഹ് മാസിക വായിച്ചിട്ട് ഞങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞങ്ങൾ ഇസ്ലാഹി മാസിക ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയായിരുന്നു. ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഈ സംവാദം തുടങ്ങാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സംവാദം തുടങ്ങാനുണ്ടായത് ഇസ്ലാഹ് മാസിക അല്ല, പിന്നെ വന്നതാണ് ഇസ്ലാഹ് മാസിക. ഈ സംവാദ വിഷയം എന്തായിരുന്നു? ജന്മദിനാഘോഷമായിരുന്നു. ഈ വിഷയത്തിൽ MT ദാരിമിയുമായിട്ട് ഞാനാണ് ചർച്ച നടത്തിയത്. ആ ചർച്ച തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ഡിയൻഡ് ആയിക്കോട്ടെ, ജസ്റ്റ് മിനിറ്റ്. ഞാനാണ് ചർച്ച നടത്തിയ MT ദാരിമിയുമായിട്ട്. ആ ചർച്ചന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം എന്നുള്ളത് സുന്നത്തായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ തബീങ്ങളോ താബിങ്ങളോ അവരാരെങ്കിലും മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഇവരാരെങ്കിലും ജന്മദിനം ആഘോഷിച്ചതായിട്ട് നിങ്ങളെ കയ്യിൽ തെളിവുണ്ടോ? ആ ചർച്ച തീരും വരെ അവർ തെളിവ് തന്നിട്ടില്ല. അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഈ വിഷയത്തിലാണ് എന്ത് ചെയ്തത്? സംവാദത്തിനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ സംവാദത്തിന് റെഡിയാന്ന് പറഞ്ഞു. എന്റെ വാദം ഞാൻ പറഞ്ഞു, ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്നുള്ളത്. ഈ വിഷയത്തിൽ സലാംബാക്ക് പറഞ്ഞു, അത് വിഷയം നമുക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിയുകയാണ് എന്ത് ചെയ്തത്? വീണ്ടും KSCR പോകുന്നത്. അവിടെ MT ദാരിമുണ്ട്. അവരെ ഞാനും സുഹൈൽ യൂസുഫും അവിടെ പോയി ചോദിച്ചു, എന്നാണ് സംവാദം നടത്തേണ്ടത്, എന്നാണ് ഡേറ്റ്. അങ്ങനെ ആ ഡേറ്റ് ചോദിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇവർക്ക് മനസ്സിലായത് ഈ ബിദ്അത്ത് എന്നുള്ള വാദത്തിന് പകരമായിട്ട് വ്യവസ്ഥ ചെയ്താൽ കുടുങ്ങുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇസ്ലാഹ് മാസിക എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു ഇസ്ലാഹ് മാസിക കേട്ടാ ഞങ്ങൾ അങ്ങ് ഓടുമെന്ന്. ഇസ്ലാഹ് മാസികയിൽ വായിക്കാൻ പറഞ്ഞു, വായിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നു, ആ വിഷയവും നമുക്ക് സംവാദത്തിൽ ഉൾപ്പെടുത്താം, ഞങ്ങൾ റെഡിയാണ്. ഇസ്ലാഹ് മാസിക സംവാദത്തിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്നുള്ളത് വാദം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമില്ല ഈ ജന്മദിനാഘോഷം സുന്നത്താണെന്ന് പറയാൻ. പിന്നെ ഷിർക്കാണ് എന്ന് പറഞ്ഞത് ഏത് കോലത്തിലാണ് എന്ന് ഞങ്ങൾ സംവാദത്തിൽ വിശദീകരിക്കും. ഞാൻ എന്ത് കളവാ പറഞ്ഞത്? ഇതാണ് ഉണ്ടായത്. ഈ ഇസ്ലാഹ് മാസികയിൽ ഷിർക്കാണ് എന്ന് പറഞ്ഞത് ഏത് വിധത്തിലാണ് ഉള്ളത് സംവാദത്തിൽ ഞങ്ങൾ തെളിയിക്കുന്നതാണ്. ഇവിടെയും കൊടുത്തു ഇല്ലേ? അപ്പം MT ദാരിമി അന്നില്ലായിരുന്നു, മൂപ്പര് ലോഗൌട്ട് ആയതാണ്. അപ്പം ഏത് വിഷയത്തിലാണ് ഡേറ്റ് ചോദിക്കാൻ പോയത്? ഏത് വിഷയത്തിലായിരുന്നു? ഇസ്ലാഹ് മാസിക ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ റെഡിയാണ് എന്ന്. ഞങ്ങൾ തയ്യാറാണല്ലോ. ഇപ്പോഴും പറയുന്നു ഇസ്ലാഹ് മാസികന്റെ വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ടൈം ഓവറായി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ 2 വിഭാഗത്തു നിന്നും ഏകദേശം 3 മിനിറ്റ് എടുത്ത് 10 റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്.
സുന്നി പക്ഷത്ത് നിന്ന് 10 റൗണ്ടും 10 പ്രാവശ്യവും അതുപോലെ തന്നെ മുജാഹിദ് പക്ഷത്ത് നിന്ന് 10 പ്രാവശ്യവും സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോ സംസാരത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ നമ്മളൊരു വാദം തീരുമാനിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. നമ്മുടെ സംവാദത്തിനുള്ള വാദം ഏകദേശം അത് മുൻകൂട്ടി തന്നെ നമ്മളന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ ദിവസമാണ് ഞാൻ ക്ലാസ് റൂമിലുണ്ടായിരുന്നത്. അന്ന് അതുമായി ബന്ധപ്പെട്ടൊരു സംവാദത്തിന് തയ്യാറാകുകയാണോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു അതെ എന്ന് പറയുകയും MT അബൂബക്കർ ദാരിമി ഇത് വായിക്കുകയും ചെയ്തത്, ഇസ്ലാം മാസിക വായിക്കുകയും ചെയ്തത്. എന്തായാലും അത് പോരാ, ഇപ്പോൾ തന്നെ അതൊന്നുകൂടി അത് ഒന്ന് തീരുമാനമാക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദ് പക്ഷത്തെ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് അതിന് ഏകദേശം ഇപ്പോൾ നമ്മൾ 10 റൗണ്ട് സംസാരം പൂർത്തിയായി. ഇപ്പോ ഇനി ഏതായാലും നമുക്ക് ഇത് വെച്ചിപ്പോ മൊത്തത്തിൽ ഈ 2 വിഷയത്തിലും ഈ 2 വിഭാഗത്തിന്റെയും സംസാരത്തിൽ നിന്ന് കാര്യങ്ങൾ ഏകദേശം ഒക്കെ ഒരു ധാരണയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് പ്രകാരം ഇത് നൗഫൽ ചെർപ്പളശ്ശേരി കൂടി അംഗീകരിക്കുകയാണെങ്കിൽ വിഷയം അങ്ങനെ നമുക്ക് തീരുമാനിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നൗഫൽ ചെർപ്പളശ്ശേരി മുജാഹിദ് വശത്ത് മധ്യസ്ഥൻ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ആകെയുള്ള ആദ്യം MT അബൂബക്കർ ദാരിമി പറഞ്ഞത് പിന്നെ സുന്നി പക്ഷത്തെ വാദം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. സുന്നി പക്ഷത്തെ വാദം എന്ന് പറയുന്നത് നബിദിനാഘോഷം ശിർക്കല്ല എന്നായിരുന്നു. സ്വാഭാവികമായിട്ടും അത് പോരാ, അങ്ങനത്തെ ഒരു വാദം, അങ്ങനെ മൊത്തത്തിൽ ശിർക്കാണെന്ന വാദം ഞങ്ങൾക്കില്ല. അത് ഇസ്ലാഹ് മാസികയുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച നടത്തിയത്. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു വാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് നടക്കുമ്പോഴാണ് അത് ശിർക്കാകുക എന്നാണ് മുജാഹിദ് പക്ഷത്ത് നിന്ന് ഒരു സംസാരം ഉണ്ടായത്. ഇസ്ലാഹ് മാസിക പറയുന്ന ഉപാധി എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നടത്തുന്ന നബിദിനമാഘോഷമാണ് ശിർക്ക്, മറ്റുള്ള നബിദിനമാഘോഷങ്ങൾ ബിദ്അത്ത് മാത്രമാണ് എന്നാണ് അവരുടെ വാദമുണ്ടായത്. അപ്പോൾ സുന്നി പക്ഷത്ത് നിന്നുള്ള സംസാരം, അവരുടെ വാദം, സുന്നി പക്ഷത്തിന്റെ വാദം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്. അതവർ സമ്മതിക്കാണ്. മുജാഹിദ് അങ്ങനെയാണെങ്കിൽ ശിർക്കാണെന്ന് മുജാഹിദ് പറഞ്ഞു. അപ്പൊ സുന്നി പക്ഷം സമ്മതിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്, അത് ശിർക്കല്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. അല്ലേ? ഇതല്ലേ സലാം ബാക്കി ഉസ്താദും MT അബൂബക്കർ ദാരിമി ഉസ്താദും നൂർ ഫൈസ് ഉസ്താദും ഇതല്ലേ മൊത്തത്തിലുള്ള വാദം? അപ്പോൾ അത് ശിർക്കാണോ ശിർക്കല്ലേ, ഇനി അത് ശിർക്കാണോ ശിർക്കല്ലേ എന്നതാണ് ഇപ്പൊ നമ്മളെ അവസാന വിഷയം. അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. നൗഫൽ ചെർപ്പളശ്ശേരി, ഇപ്പോ സുന്നി പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കുകയാണെങ്കിൽ ശിർക്കാണ്, അല്ലെങ്കിൽ ശിർക്കല്ല എന്ന ഒരു വാദം മുജാഹിദ് പക്ഷത്തു നിന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് നബിദിനം ആഘോഷിക്കുന്നത്, എന്നാൽ അത് ശിർക്കല്ല എന്ന് സുന്നി പക്ഷം അവരുടെ വാദമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ശിർക്കാണോ അല്ലേ എന്ന് പറയാനുള്ള ഒരു അവകാശം, അത് അവരുടെ വാദമായി എന്താണ് അതുമായി ബന്ധപ്പെട്ട് എങ്കിൽ അവരുടെ വാദം എഴുതാനുള്ള ഒരു അവകാശമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വാദം കൺക്ലൂഡ് ചെയ്യാൻ ഇപ്പോൾ നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ്. സുന്നി പക്ഷം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പൊരുത്തം ആഗ്രഹിച്ച് തന്നെയാണ് എന്ന് അവർ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി അത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിൽ അത് വാദമായി എഴുതി അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് അറിയിക്കുകയാണ്. നൗഫൽ ചെർപ്പളശ്ശേരി മൈക്കിൽ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഒരു തിരിമറി നടക്കുകയാണ്. നിങ്ങളുടെ വാദം, അതായത് മുജാഹിദ് പ്രസ്ഥാനത്ത് പഴയ കാലത്ത് അത് സുന്നത്താണ്, പിന്നെ അത് ഷിർക്കാണ്, ഇപ്പത്തെ ന്യൂ മുജാഹിദിന് അത് ബിദ്അത്താണ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ചർച്ച വരുന്നുണ്ട്. അത് വരുത്തി തീർക്കാനാണ് നിങ്ങളുടെ ആ വാദം. അങ്ങനെ തന്നെ നിങ്ങളൊരു മാറ്റവും ഇല്ലാതെ നിങ്ങളുടെ നിലപാട് അതൊന്നും മാറുന്നതന്നെയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം ഇവിടെ പറഞ്ഞു, അടിസ്ഥാനപരമായിട്ട് എന്നാണോ അന്ന് മുതലും പറയുന്ന ഒരു വാദമുണ്ട്, നബിദിനാഘോഷം ബിദ്അത്താണ്. പിന്നെ അത് ഷിർക്കാകുന്ന രൂപം എങ്ങനെയാണെന്നാണ് ഇസ്ലാഹ് മാസികയിൽ അത് വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഈ സംവാദത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ്. അത് ഞങ്ങൾ വാദത്തിൽ എഴുതിയിട്ടുമുണ്ട്. അതിന്റെ പേരിൽ ആ
വ്യവസ്ഥ, ആ നിബന്ധന പ്രകാരം ഷിർക്കാണ് എന്ന വാദം ഞങ്ങളത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വാദം, അതായത് നബിദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറന്നാൾ ആഘോഷം ബിദ്അത്താണ്, അടിസ്ഥാനപരമായി ബിദ്അത്താണ് എന്നതിന് എതിർവാദം നിങ്ങളിൽ നിന്ന് വരണം. അത് നിങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾ ഇവിടെ പറയുന്നത് അത് ന്യൂ ജനറേഷൻ, ന്യൂ മുജാഹിദിന്റെ വാദമാണ് ബിദ്അത്ത് എന്നുള്ളത്. അങ്ങനെയല്ല. പണ്ട് കാലം മുതൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം മൗലിദ് ആഘോഷം അടിസ്ഥാനപരമായി ബിദ്അത്ത് തന്നെയാണ്. ഇനി ഈ അൽ ഇസ്ലാഹ് മാസികയിൽ ഈ ഉപാധികളോടെ ആണെങ്കിൽ അത് ഷിർക്കാണ്, അത് ഇന്നും ഷിർക്കാണ്. ഇനി ന്യൂ ജനറേഷൻ ആയാലും ഏത് ജനറേഷൻ ആയാലും അത് ആ ഉപാധികളോടെ ആണെങ്കിൽ അത് എന്നും ഷിർക്ക് തന്നെയാണ്. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇപ്പോ ഒരു ബിദ്അത്തും അന്നത് ഷിർക്കും ചില സമയത്ത് സുന്നത്തും എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വാദങ്ങൾ മാറ്റിപ്പറയുന്ന വ്യക്തികളാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു വാദം മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ബിദ്അത്തല്ല എന്നും കൂടി എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ സുന്നിപക്ഷം എന്ത് വാദം എഴുതണമെന്ന് സുന്നിപക്ഷം തീരുമാനിക്കട്ടെ. നിങ്ങൾ എന്ത് വാദം എഴുതണമെന്ന് സുന്നിപക്ഷം ആവശ്യപ്പെടുന്നില്ല. നൗഫൽ ചെർപ്പളശ്ശേരി, നമ്മൾ രണ്ടാളും മധ്യസ്ഥന്മാരാണ്. രണ്ടു പക്ഷവും എന്ത് വാദം എഴുതണമെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇവിടെ മുജാഹിദ് പക്ഷം അഭ്യർത്ഥിച്ചതുപോലെ അവർ പറഞ്ഞത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതും എഴുതി വെക്കപ്പെട്ടു. ഏതായാലും ഇസ്ലാം മാസികയിൽ പറഞ്ഞ നിബന്ധനയോടുകൂടിയാണെങ്കിൽ ഷിർക്കാണ് എന്ന വാദം നൗഫൽ ചെർപ്പളശ്ശേരി ആവർത്തിച്ച് പറഞ്ഞു. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് നിബന്ധനയോടുകൂടിയാണെങ്കിൽ ഷിർക്കാണ്. പക്ഷെ സുന്നി പക്ഷത്തെ വാദം വളരെ വ്യക്തമായി അവർ പറയുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. സുന്നി ഇസ്ലാഹ് ഒന്ന് അടിക്കരുതല്ലേ, എന്തൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ്. മൗലീദ് ഷിർക്കല്ല, അത് ഇസ്ലാഹ് മാസിക പറയുന്ന ഉപാധി അനുസരിച്ചാണെങ്കിലും ഷിർക്കല്ല. പോരെ? ശരി, ഇപ്പൊ ഇനി പ്രശ്നമല്ലല്ലോ. ഇസ്ലാഹ് മാസിക പറയുന്ന ഉപാധി അനുസരിച്ച് ഷിർക്കാണ് എന്നാണ് ഇപ്പോ നൗഫൽ ചെർപ്പളശ്ശേരി പറഞ്ഞത്. നൗഫൽ ചെർപ്പളശ്ശേരിയും അതുപോലെ തന്നെ മുജാഹിദ് പക്ഷവും പറഞ്ഞത്. സുന്നി പക്ഷം വളരെ വ്യക്തമായിട്ട് പറയുന്നു മൗലീദ് ഷിർക്കല്ല, അത് ഇസ്ലാഹ് മാസിക പറയുന്ന ഉപാധി അനുസരിച്ചാണെങ്കിലും ഷിർക്കല്ല. ആണെങ്കിൽ ഷിർക്കാണ് എന്ന് മുജാഹിദ് പക്ഷം പറഞ്ഞു കഴിഞ്ഞു, ആണെങ്കിലും ഷിർക്കല്ല എന്ന് സുന്നി പക്ഷം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വാദം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? ഏതായാലും വളരെ കൃത്യമായാലോ, വളരെ കൃത്യമായി ഇസ്ലാഹ് മാസികയുടെ നിബന്ധനയനുസരിച്ച് ഇസ്ലാഹ് മാസിക പറയുന്ന നിബന്ധനയനുസരിച്ച് ഉപാധി അനുസരിച്ചിട്ടാണെങ്കിൽ ഷിർക്കാണ്. ഇപ്പൊ നൗഫൽ ചെർപ്പളശ്ശേരി അടക്കം ഇപ്പോൾ വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിലും ഷിർക്കല്ല എന്ന് സുന്നി പക്ഷവും പറഞ്ഞു. ഇനി രണ്ടും എന്ന് എഴുതി മുന്നോട്ട് പോകാലോ. ഇനി ഇതിൽ വേറൊരു ഭാഷയുടെ ആവശ്യമല്ലല്ലോ. ഒന്ന് പെട്ടെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോഴും നിങ്ങൾ വാദം എഴുതിയത് നോക്ക്, മൗലിദ് ഷിർക്കല്ല. ഇത് വായിക്കുമ്പോൾ ആളുകൾക്ക് തോന്നുക മുജാഹിദ് പ്രസ്ഥാനം മൗലിദ് ആഘോഷം, നബിദിനാഘോഷം ഷിർക്കാണ് എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് വരുന്നത്. പിന്നെയാണ് നിങ്ങൾ എഴുതുന്നത് അത് ഇസ്ലാഹ് മാസിക. മൗലിദ് ആഘോഷം ഷിർക്ക എന്നുള്ള വാദം ഞങ്ങൾക്കില്ല. ഏത് മുഖാന്തരം? ഈ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ഉപാധി പ്രകാരം മാത്രം. അതാണ് ഞങ്ങളിവിടെ വാദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ അടിസ്ഥാനപരമായിട്ട് അത് ഷിർക്കാണ്, അടിസ്ഥാനപരമായിട്ട് അത് ബിദ്അത്താണ്, ഇല്ലേ? പിന്നെ ഞങ്ങൾ ഷിർക്കാണ് എന്ന് പറയുന്നുണ്ട്. അത് ഏത് രൂപത്തിൽ? അൽ ഇസ്ലാഹ് മാസികയിൽ വന്ന നിബന്ധനകളോട് കൂടി. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇവിടെ ബിദ്അത്തല്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ ഒരു മാസമായല്ലോ മീലാദ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു. അരമണിക്കൂറൊക്കെയാണ് MT ദാരിമി നബിദിനവുമായി ബന്ധപ്പെട്ട് തെളിവുകളൊക്കെ പറയാം. കാരണം സാധാരണക്കാര് അത് കേട്ട് തന്നെ ചിലപ്പോൾ നബിദിനം ഒരു വാജിബായ കാര്യം ആണ് എന്നെങ്കിലും തോന്നിപ്പോവും. പക്ഷെ നിങ്ങൾ ഇവിടെ വാജിബ് പോയിട്ട് ഒരു സുന്നത്ത് പോലും എന്ന് നിങ്ങൾ എഴുതാൻ ഇവിടെ തയ്യാറായിട്ടില്ല. അത് പോയിട്ട് അതൊരു ബിദ്അത്തല്ല എന്ന് പോലും നിങ്ങൾ എഴുതാനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ബിദ്അത്തല്ല, ഇസ്ലാഹ് മാസികയിലുള്ള രൂപത്തിൽ അത് എന്തില്ല, ഷിർക്കല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒപ്പം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ല, ഞങ്ങളുടെ ആവശ്യമാണ് അത് നിങ്ങൾ എഴുതണം എന്നുള്ളത് ബിദ്അത്തല്ല എന്നെങ്കിൽ മാത്രമേ ഈ വ്യവസ്ഥയോട് പൂർണ്ണമായിട്ട് നീതി പാലിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് പകുതി അവിടെ വെച്ചിട്ട് മറ്റുള്ളവരെ അത് തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ അത് ബിദ്അത്തല്ല എന്നും കൂടി അത് കൂട്ടിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ
ഇനി അത് വിധേയത്തല്ല എന്നല്ല, പിന്നെ സുന്നത്താണോ അല്ല, അതും കൂടി കൂട്ടിച്ചേർക്കണം. അതൊക്കെ നമുക്ക് രണ്ടാമത്തെ ഒരു വിഷയമാണെന്ന് സുന്നി പക്ഷത്ത് നിന്ന് ഇപ്പൊ ഏകദേശം 10 റൗണ്ടിലെ സംസാര പ്രകാരം നമുക്ക് മനസ്സിലായി. വളരെ കൃത്യമായി നമ്മളെ വാദം വളരെ ചുരുക്കാലോ, വളരെ ചുരുക്കാം. അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ വേറെ ചുരുക്കി അതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതൊന്നും നമ്മളിപ്പോ പിന്നെ ഇപ്പോ കൂടുതൽ അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ? ഇസ്ലാഹ് മാസിക പറഞ്ഞ നിബന്ധന പ്രകാരം ഷിർക്കാണ്. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ഉപാധി അനുസരിച്ചാണെങ്കിൽ ഷിർക്കാണ് എന്നായിരുന്നു വാദം. ആ വാദം ശരിയല്ല. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ പ്രകാരമാണെങ്കിലും അത് ഷിർക്കല്ല. ഇനി മൊത്തത്തിൽ ഇങ്ങനെയാക്കാൻ ഉഷർ ചെറുപ്പശ്ശേരി നമ്മൾ പെട്ടെന്നൊരു തീരുമാനമാകാനാണ്. 2 വിഭാഗത്തിനും സമ്മതമാണെങ്കിലേ, ഇത് 2 വിഭാഗത്തിനും സമ്മതമാണെങ്കിൽ ഇങ്ങനെ വാദമാക്കിക്കൂടെ? ഇസ്ലാഹ് മാസിക പറയുന്ന നിബന്ധന പ്രകാരം ആണെങ്കിലും നബിദിനാഘോഷം ഷിർക്കല്ല. ഇത് പറഞ്ഞു നബിദിനാഘോഷം ഷിർക്കല്ല എന്ന് ആദ്യം കൊടുക്കുന്ന ഹെഡിങ് ഒഴിവാക്കി ഇസ്ലാഹ് മാസിക പറയുന്ന നിബന്ധന പ്രകാരമാണെങ്കിലും നബിദിനാഘോഷം ഷിർക്കല്ല. അങ്ങനെ സുന്നി പക്ഷം സമ്മതിക്കുമോ? എന്നാ പിന്നെ ഏതായാലും ഇസ്ലാഹ് മാസിക പറയുന്ന പ്രകാരമാണെങ്കിൽ ഷിർക്കാണ് എന്ന മുജാഹിദ് വാദം ഉണ്ടല്ലോ. ഇസ്ലാഹ് മാസികയിൽ പറയുന്ന വാദപ്രകാരമാണെങ്കിൽ മുജാഹിദ് പക്ഷം പറയുന്നു അത് ഷിർക്കാണ്, നബിദിനാഘോഷം ഷിർക്കാണ്. അപ്പൊ സുന്നി പക്ഷത്തിന്റെ വാദം ഒരു മധ്യസ്ഥൻ എന്ന നിലക്ക് ഏകദേശം സമയം 2:12 ഒരു പിന്നെ 12:30 മണിക്ക് ഇന്ത്യൻ സമയത്ത് തുടങ്ങിയതാണ്. 1:30-2:30 ഏകദേശം 2 മണിക്കൂറിനോട് അടുക്കുകയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് ആദ്യം നബിദിനാഘോഷം ഷിർക്കാണോ അല്ലേ എന്ന ഹെഡിങ് കണ്ട് ഒഴിവാക്കുക. നബിദിനാഘോഷം ഷിർക്കല്ല എന്നത് മാറ്റിവെച്ച് ഇസ്ലാഹ് മാസികയിൽ പറയുന്നത് പ്രകാരമാണെങ്കിലും ഇസ്ലാഹ് മാസികയിൽ പറയുന്ന നിബന്ധനയോടെയാണെങ്കിലും അല്ലെങ്കിൽ ഉപാധിയോടെയാണെങ്കിലും നബിദിനാഘോഷം ഷിർക്കല്ല. ഈ മുജാഹിദ് ഇതാണ് സുന്നി പക്ഷത്തിന്റെ വാദമായിട്ട് പിന്നെ സുന്നി പക്ഷം അംഗീകരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മുജാഹിദ് പക്ഷത്തിന്റെ വാദം ആൾറെഡി പറഞ്ഞു ഇസ്ലാഹ് മാസികയിൽ പറയുന്ന നിബന്ധന പ്രകാരമാണെങ്കിൽ ഷിർക്കാണ് എന്ന് മുജാഹിദ് പക്ഷത്തിന്റെ വാദം പറഞ്ഞു. സുന്നി പക്ഷം പറഞ്ഞു ഇസ്ലാഹ് മാസികയിൽ പറയുന്ന നിബന്ധന അനുസരിച്ചാണെങ്കിലും ഷിർക്കല്ല. വളരെ പെട്ടെന്ന് എന്നാലേ നമുക്കിത് തീരുമാനമായി ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇനി അതിലെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ലോഫൽ ചെറുപ്പശ്ശേരി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോദര, ഞങ്ങളുടെ അടിസ്ഥാന വാദത്തിന് ഇപ്പോഴും നിങ്ങൾ എഴുതിയിട്ടില്ല. നിങ്ങൾ അതെന്താ എഴുതാത്ത? ഞാൻ അപ്പൊ ഇസ്ലാഹ് മാസിക പ്രകാരം അത് ഷിർക്കല്ല, അതിന്റെ ഒപ്പം ബിദ്അത്തുമല്ല, അതും കൂടെ എഴുതിക്കോ. ഷിർക്കുമല്ല ബിദ്അത്തുമല്ല. അപ്പൊ നിങ്ങൾക്ക് സമ്മതമായല്ലോ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി അതൊരു ചുരുക്കിയിട്ടും വലുതാക്കിയിട്ടൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് ബിദ്അത്തല്ല എന്ന് എഴുതുന്നുണ്ട്. കാരണം അതൊക്കെ ചർച്ച വരട്ടെ. ഞങ്ങളുടെ മെയിൻ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് വാദം അത് ബിദ്അത്തല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള വാദം. അതിന് നിങ്ങൾ ഇവിടെ അതിന് വേറൊരു ടൈം ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് നിങ്ങളത് എഴുതുന്നില്ല? ബിദ്അത്തല്ല. നിങ്ങളത് എഴുതിക്കോ. അടിസ്ഥാനപരമായിട്ട് അത് ബിദ്അത്തല്ല എന്ന് എഴുതിക്കോ. ഇത് നേരത്തെ സുന്നിസം പറയുന്നത് പോലെ എന്റെയും ഒരു അപേക്ഷയാണ്. അതായത് അൽ ഇസ്ലാഹ് മാസികയിൽ വന്നതുപോലെ അത് ഷിർക്കല്ല ബിദ്അത്തുമല്ല. ഇങ്ങനെ എഴുതൂ. ഗഫൂർ അൻവരി പറയുന്ന ഷിർക്ക് തീരുമാനിക്കൂ ആദ്യമേ. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞല്ലോ, അത് അടിസ്ഥാനപരമായിട്ട് ബിദ്അത്താണ്. പിന്നെ ഏത് നിബന്ധനയോട് കൂടിയാണ് അത് ഷിർക്കാകുന്നത് അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സംവാദത്തിൽ. പക്ഷെ നിങ്ങൾ അത് രണ്ടും എഴുതണം. ഓക്കെ, രണ്ടും വേണം. എന്താ നിങ്ങൾക്ക് അത് രണ്ടും എഴുതുന്നതുകൊണ്ട് എന്തൊരു കുഴപ്പമാണുള്ളത്? അടിസ്ഥാനപരമായിട്ട് അത് ബിദ്അത്തല്ല എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ ബിദ്അത്തല്ല എന്ന് എഴുതിക്കോ. എന്തുകൊണ്ട് അത് നിങ്ങൾ എഴുതുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ഇനി കൂടുതൽ സംസാരിച്ചിട്ട് നമുക്ക് ടൈം കളയണ്ട. ഞങ്ങളുടെ ആവശ്യം ഇതാണ്. ഇസ്ലാഹ് മാസികയിൽ വന്ന നിബന്ധനയോട് കൂടി അത് ഷിർക്കല്ല ബിദ്അത്തല്ല എന്ന രൂപത്തിൽ നിങ്ങൾ വാദം എഴുതിയാൽ മാത്രമേ അത് കൃത്യമായി നീതി അതിനോട് പാലിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും. പിന്നെ ഇനിയിപ്പോ എന്തെങ്ങനെ ചർച്ച എങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത് എനിക്ക് മനസ്സിലാകണില്ല. മുജാഹിദ് പക്ഷത്തെ വാദം മുജാഹിദ് പക്ഷം പറയാം. സുന്നി പക്ഷം ഇങ്ങനെ എഴുതണം എന്ന് പറയാൻ പറ്റൂലല്ലോ. സുന്നി പക്ഷത്തെ വാദം എന്തായിരിക്കണമെന്ന് മുജാഹിദ് പക്ഷം തീരുമാനിക്കുക. അല്ലെങ്കിൽ നൗഫർ ചെറുപ്പശ്ശേരി എന്ന് പറയുന്ന മുജാഹിദ് പക്ഷത്തിലെ പിന്നെ മധ്യസ്ഥൻ അത് പറയാനുള്ള കാര്യത്തിൽ അർത്ഥമല്ല. ഞാൻ സുന്നി പക്ഷത്തെ മധ്യസ്ഥൻ എന്ന നിലക്ക് സുന്നി പക്ഷത്തോട് ഈ സംവാദത്തിൽ നിന്നും സംവാദം നടന്നു കാണണമെന്ന ആഗ്രഹത്തിൽ സംവാദത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കക്ഷികൾ മാറിപ്പോകരുത് എന്ന കാര്യത്തിൽ അവര് പറഞ്ഞ വാദത്തിലെ
എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനൊരു അഭ്യർത്ഥന. അതിൽ ഞാൻ എനിക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്ന നിലക്ക് സുന്നി പക്ഷത്തോട് ഞാൻ വെച്ചതാണ്. അല്ലാതെ സുന്നി പക്ഷം മുജാഹിദ് പക്ഷം ഇങ്ങനെ ഒരു മുജാഹിദ് സുന്നി പക്ഷം ഇങ്ങനെ ഒരു വാദം എഴുതിയാൽ മാത്രമേ വാദപ്രതിവാദത്തിനുള്ളൂ അല്ലെങ്കിൽ സംവാദത്തിനുള്ളൂ എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിയല്ല. ഞാൻ ഒരിക്കലും മുജാഹിദ് പക്ഷത്തെ വാദം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഈ നിമിഷം വരെ മുജാഹിദ് പക്ഷത്തെ വാദം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയ സ്ഥിതിക്ക് കൺക്ലൂഷൻ ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പായാലോ സുന്നി പക്ഷവും മുജാഹിദ് പക്ഷവും ഇത്ര നേരം സംസാരിച്ചതിലൊരു കാര്യം വ്യക്തമായി. മുജാഹിദ് പക്ഷം പറയുന്നു ഒരിക്കലും എല്ലാ നബിദിനാഘോഷവും ശിർക്കാണെന്ന വാദം ഞങ്ങൾക്കില്ല. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് നടക്കുന്ന നബിദിനാഘോഷം മാത്രമാണ് ശിർക്ക്, മൊത്തത്തിൽ നബിദിനാഘോഷം ശിർക്കല്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. അതിന് ബദലായി സുന്നി പക്ഷത്ത് നിന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞു നബിദിനാഘോഷം ഒരു നിലക്കും അത് ശിർക്കല്ല. ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ നിബന്ധന പ്രകാരമാണെങ്കിലും അത് ശിർക്കല്ല. അപ്പൊ ശിർക്കാണ് എന്ന ഒരു വാദം ഏതോ നിബന്ധന പ്രകാരം അല്ലെങ്കിൽ എന്തോ കാരണങ്ങൾ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തി ആഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ എങ്ങനെയൊക്കെയോ നടത്തുമ്പോൾ ശിർക്കാണ് എന്ന് മൊത്തത്തിലൊരു വാദം മുജാഹിദ് പക്ഷത്തിനുണ്ട്. ആ ഒരു അത് ശരിയായ വാദമല്ല, ശിർക്കല്ലേ അല്ല എന്ന് സുന്നി പക്ഷം സമർത്ഥിക്കുന്നു. അല്ല, ഈ നിബന്ധന അനുസരിച്ചാണ് ശിർക്ക് എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആ നിബന്ധന അനുസരിച്ചും ശിർക്കല്ല എന്ന് സുന്നി പക്ഷവും വാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഒരു കൺക്ലൂഷനിലെത്തി നമുക്ക് പെട്ടെന്ന് കൊണ്ടൊരു തീരുമാനമായിക്കൂടെ? മുജാഹിദ് സുന്നി പക്ഷം പറയുന്നു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ച് മൗലിദാഘോഷം നടത്തുന്ന ആളുകളാണ്, നബിദിനാഘോഷം നടത്തുന്ന ആളുകളാണ്. നിങ്ങൾ പറയുന്നു അത് ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ നിബന്ധന പ്രകാരം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. സുന്നി പക്ഷം പറയുന്നു അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു. അപ്പൊ ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ശിർക്കാണെന്ന് വാദിച്ചൂടെ? ശിർക്ക് എന്താണെന്ന് പിന്നെ പറഞ്ഞു. ശിർക്കാണോ അല്ലേ എന്ന തീരുമാനമായ ഉടൻ സുന്നി പക്ഷത്തിലെ ഉസ്താദുമാര് ശ്രദ്ധിക്കുക, ഇത് ശിർക്കാണോ അല്ലേ എന്ന തീരുമാനമായ ഉടൻ പിന്നെ എന്താണ് എന്നൊരു കാര്യത്തിൽ ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറാവോ? സുന്നി പക്ഷത്തെ ഉസ്താദുമാരോടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശിർക്കല്ല ആണോ അല്ലേ എന്ന കാര്യം തീരുമാനമായ ഉടൻ ഇനി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവുമോ? തയ്യാറാകും. ഇൻഷാ അല്ലാഹ് അതും അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതപ്പം പറഞ്ഞോളും. എല്ലാം ഒക്കെപ്പാടൊപ്പം പറയണം. ആദ്യം ഇത് അടിസ്ഥാനപരമായി ഇത് ശിർക്കാണോ അല്ലേ എന്നൊരു കാര്യം തീരുമാനമായാൽ എന്താണെന്ന് അടുത്ത ഉടൻ തന്നെ തീരുമാനമാകാൻ. അപ്പൊ ഈ ഒരു വാദമല്ലേ ഇനി ഉണ്ടെങ്കിൽ നൗഫൽ ചെൽപ്പശ്ശേരി ഇങ്ങനെ ഒരു നിബന്ധന പ്രകാരവും ഇത് ശിർക്കാണ് എന്നൊരു വാദം തീരങ്ങൾക്കില്ലെങ്കിൽ അതാണ് തുറന്നു പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അങ്ങനെ ശിർക്കാണെന്നൊരു വാദമല്ല. എന്നാ പിന്നെ സുന്നി പക്ഷം പിന്നെ ആ വാദത്താണ് പോയിക്കോളും. ഇസ്ലാഹ് മാസികയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ശിർക്കാണെന്ന് പറഞ്ഞ വാദമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയാണെങ്കിൽ സുന്നി പക്ഷം ആ ശിർക്കാണ് എന്ന വാദം ശരിയല്ല. ഒരു നിലക്കും ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിലും ശിർക്കല്ല എന്ന വാദത്തിനൊക്കെ അവർ പിന്നോട്ട് പോയിക്കോളും. അല്ലാത്ത സമയത്തോളം അവർ ഈ വാദത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരു ലക്ഷണവും കാണാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയാൽ നിങ്ങൾക്കും ആ ഒരു തീരുമാനമുണ്ടെങ്കിൽ, നിങ്ങളും ഇസ്ലാഹ് മാസികയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ നിബന്ധന പ്രകാരമാണെങ്കിൽ ശിർക്കാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ വാദത്തിൽ ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര, ഇസ്ലാഹ് മാസികയെ ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഞങ്ങൾ ഒരു വട്ടം പറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചോദിച്ചു ശിർക്കല്ലേ? അടിസ്ഥാനപരമായിട്ട് അത് ശിർക്കല്ല, ബിദ്അത്താണ്. അതാണ് ഞങ്ങളുടെ മെയിൻ വാദം. അതാണ് ഞങ്ങളുടെ വാദം. അപ്പൊ നിങ്ങൾ പറയുന്നത് ശിർക്കല്ല. പിന്നെ എന്താണ്? പിന്നെ എന്ത് എന്നതിന് ഇനി വേറൊരു വ്യവസ്ഥക്കൊക്കെ ഇരിക്കും. അതൊക്കെ നിങ്ങൾ ഉസ്താദുമാരൊക്കെ നമ്മളെല്ലാവരും ഇതൊക്കെ മനസ്സിലാവുന്ന രൂപത്തിലിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്ത് ശിർക്കല്ലെങ്കിൽ പിന്നെ എന്ത്? അതൊന്നും അതിന്റെ കൂടെ എഴുതാൻ ഇനി വേറെ ഇരിക്കണം, അതിന് തീരുമാനമാകണം എന്നൊക്കെ വാശി പൊടിക്കുന്നത് അത് എത്രമാത്രം അത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ ഞാൻ ഇത് എഴുതി എന്ന് നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇത് എഴുതാതെ ഒരിക്കലും ആ വ്യവസ്ഥയോട് അത് പൂർണ്ണമായി നീതി പുലർത്തുന്നില്ല. കാരണം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിഷ്പക്ഷമായ ഒരുപാട് ആൾക്കാരുണ്ട്.
അവർക്കൊക്കെ മുജാഹിദ് പക്ഷത്തിന്റെ വാദം ആധികാരികമായിട്ട് അടിസ്ഥാനപരമായിട്ട് മൗലിദാഘോഷം ഷിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ് മുജാഹിദ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇത് ബിദ്അത്താണ്. അടിസ്ഥാനപരമായിട്ട് ഈ ബിദ്അത്താണ്. അൽ ഇസ്ലാഹ് മാസികയിൽ വന്ന നിബന്ധനയോട് കൂടിയാണെങ്കിൽ അത് ഷിർക്കാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നാണ് ചോദ്യം. നിങ്ങൾ എഴുതിപ്പിക്കല. ഇനി നിങ്ങളുടെ വാദം ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിക്കൂടാ? അതിന് വേറെ കൂടാ. ഇതൊക്കെ ആൾക്കാർ കേൾക്കുന്നില്ലേ? ഒരു ബിദ്അത്താണ് എന്ന് അതിന്റെ കൂടെ നിങ്ങൾക്കൊന്ന് എഴുതിയാൽ, ബിദ്അത്തല്ല എന്ന് എഴുതിയാൽ എന്താ ഇത്ര പ്രോബ്ലം ചോദിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതും കൂടി എഴുതണം. അതായത് അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ വാദം പൂർണ്ണമായിട്ട് എഴുതുമ്പോൾ ആ വാദത്തോട് പൂർണ്ണമായിട്ട് നിങ്ങൾ എതിർവാദം എഴുതണം. പകുതി മാത്രം എഴുതി നിങ്ങൾ പോവരുത്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് വാദം എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ ആ വാദത്തിന് പൂർണ്ണമായിട്ട് എതിർവാദം എഴുതുക. അത് എന്നാലല്ലേ ഒരു വ്യവസ്ഥയും വാദമൊക്കെ ആവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുറച്ചു നേരം സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങൾ മൈക്കെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. സുഹൃത്തെ, പിന്നെ മൈക്ക് വേണമെങ്കിൽ തന്നാൽ മതി, അത് പ്രശ്നമൊന്നുമില്ല. മൈക്ക് നിങ്ങൾ കഴിഞ്ഞും കൂടെ തന്നാൽ മതി എന്നില്ലേ കാണാം. പിന്നെ ഇവിടെ ഏതായാലും ഒരു കാര്യം ഇതിൽ നിന്ന് നമ്മൾക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. സുന്നി പക്ഷം വളരെ കൃത്യമായി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചാണ് മൗലിദ് ആഘോഷിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ച് മൗലിദ് ആഘോഷിക്കൽ ശിർക്കാണോ അല്ല? എന്താ ഇപ്പൊ നിങ്ങളെ വാദം? എനിക്ക് ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിക്കാം. ഒരു നാടൻ എന്ന നിലക്ക് ഇപ്പൊ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് മൗലിദ് ആഘോഷം പിന്നെ നബിദിനം ആഘോഷിക്കൽ ശിർക്കാണ് എന്നാണ് മുജാഹിദ് വിഭാഗം വാദിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. അത് ശിർക്ക് തന്നെയാണ്. എന്നാ അത് വാദിച്ചൂടെയാണ് ചോദിക്കണത്. അത് ശിർക്കാണെങ്കിൽ സുന്നി പക്ഷം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാണ് ഞങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് പിന്നെ നബിദിനം ആഘോഷിക്കുന്നത് ശിർക്കാണെങ്കിൽ അത് ശിർക്കാണെന്ന് വാദം കൂടെ നിങ്ങൾക്ക്. അവരതല്ലാന്നും പറയുന്നു. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ നമ്മുടെ കാര്യം വളരെ ക്ലിയർ ആയല്ലോ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇത് വളരെ വളരെ കൃത്യമായിപ്പോ സുന്നി പക്ഷം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സുന്നികൾ ഇവിടെ നബിദിനം ആഘോഷിക്കുന്നത്. മുജാഹിദ് പക്ഷം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് ശിർക്കാണ്. അപ്പൊ പിന്നെ എന്താ പിന്നെ ഇനി ഇവിടെ സംശയം എന്താ ഉള്ളത്? ആ വാദത്തിൽ ഒരു സംവാദം നടത്താൻ തയ്യാറാവുന്നുണ്ടോ? ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താ? ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞ ശിർക്കല്ല എന്ന് മറ്റോരും പറഞ്ഞു. ഇനി എന്താ ഇതിലൊരു പ്രശ്നം? ഒരാൾ പറയാണ് ശിർക്കാണ്, ശിർക്കല്ലെങ്കിൽ പിന്നെ എന്തെന്ന് അത് സംവാദത്തിൽ പറയട്ടെ. അതോടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ചോദിച്ചോളി. ഇവിടെ ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം ശിർക്കാണെന്ന് പറയുന്നു. ഒരാൾ പറയാം അയാൾക്ക് പിരാന്താണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആൾ പറയാം പിരാന്തല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറയാം പിരാന്തല്ലെങ്കിൽ പിന്നെന്ത്? അയാൾക്ക് മറ്റേ വയറുവേദനയാണോ തലവേദനയാണോ ഒരാൾ ആസ്പത്രിയിൽ കൊണ്ടുപോകും. അതെന്താ? ഒരാൾ പിരാന്താണ് ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ. സത്യത്തിൽ അത് പിരാന്തല്ല. അയാൾ ഹോസ്പിറ്റലിലേക്ക് വേറെ കാര്യം, അത് ബാക്കിയുള്ള കാര്യം പിന്നെ അവിടെ വെച്ച് ചർച്ച ചെയ്യാലോ. ഏതായാലും ഇപ്പൊ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നബിദിനം ആഘോഷം ഇത് ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ തീർത്ത് പറയുന്നു. അതിൽ സംശയമില്ലല്ലോ അല്ലേ? അതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അബു അഹമ്മദ് പിന്നെ നൗഫൽ ചെർപ്പശ്ശേരി അതിൽ സംശയമില്ലല്ലോ. അതിൽ സംശയമില്ലെങ്കിൽ അത് വെച്ച് ഒരു വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് സുന്നി പക്ഷം ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നബിദിനം ആഘോഷിക്കുന്നത്, ശിർക്കല്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് മൈക്കിൽ വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് 10 റൗണ്ട് സംസാരിക്കാനാണ്. 10 റൗണ്ട് സംസാരിക്കാനാണ്. ഓരോ റൗണ്ടിലും 3 മിനിറ്റ് വീതം സംസാരിക്കാനാണ്. അങ്ങനെ 10 റൗണ്ട് സംസാരം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ മധ്യസ്ഥൻ നിലക്കപ്പെട്ട നൗഫൽ ചെറുപ്പശ്ശേരിയും അതുപോലെ തന്നെ സുന്നീസും മധ്യസ്ഥനാണ്. അവർ രണ്ടുപേർക്കും സംസാരിക്കാവുന്നതാണ്. അതോട് വിരോധമില്ല. അതും അത്യാവശ്യമായിട്ടുണ്ട് അല്ലേ? അതും 1, 2, 3 അല്ല. അത് പിന്നിപ്പത് സുബഹി വരേക്കും തന്നെ. എത്ര വ്യക്തമാണ് നമ്മൾ വിഷയം പറഞ്ഞത്. ഇസ്ലാഹി മാസികയിൽ പറഞ്ഞ നിബന്ധന അനുസരിച്ചും മൗലീദ് ആഘോഷിക്കൽ ശിർക്കല്ലാന്ന്. അത് സംബന്ധമായി നിങ്ങൾ സംസാരത്തിന് തയ്യാറുണ്ടോ? അതാണ് വിഷയം. അവസാനം സുന്നീസതും പറഞ്ഞു. ഏത്? ഞങ്ങൾ ഇസ്ലാഹി മാസികയിൽ പറഞ്ഞ നിബന്ധന എന്താണ്? നിബന്ധന എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ് മൗലിദ് കഴിക്കുന്നത്.
അപ്പൊ ഞങ്ങൾ മൗലൂദ് കഴിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം തന്നെയാണ്. അപ്പോൾ ഇസ്ലാഹി മാസികയിൽ പറഞ്ഞ നിബന്ധന അനുസരിച്ച് ഷിർക്കായിട്ടുണ്ടല്ലോ, അത് ഷിർക്കല്ല എന്നാൽ ഞങ്ങൾ പറഞ്ഞത് അത് സംബന്ധമായി നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോന്ന്. എന്നിട്ടും തയ്യാറില്ല. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടാണ് അതിന് യാതൊരു അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിബന്ധന അനുസരിച്ച് 10 റൗണ്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ വാദം നമ്മളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാദം ഇതാണ്, ഇസ്ലാഹി മാസികയിൽ പറഞ്ഞ നിബന്ധന അനുസരിച്ചും മൗലിദാഘോഷം ഷിർക്കല്ല. ഇത് സംബന്ധമായി നിങ്ങൾ സംവാദത്തിനുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോ എനിക്ക് തോന്നുകയാണ് ഇനി സുന്നീസും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുള്ള മധ്യസ്ഥം സുന്നീസാണല്ലോ, മറുഭാഗത്തുള്ള നൗഫൽ ചെറുപ്പുളശ്ശേരിയാണ്. അവർ രണ്ടുപേരും ഒന്ന് സ്വകാര്യമായിട്ട് സംഭാഷണം ഒരു പ്രൈവറ്റ് റൂമിൽ ഒരുമിച്ച് കൂടുകയോ മറ്റെന്തെങ്കിലും ഒരു തീരുമാനം എത്തിയതിനു ശേഷം ഇനി ആ വിഷയം അറിയിച്ചിട്ട് സംവാദത്തിൽ അതല്ലെങ്കിൽ ഇത് കഴിയില്ല. ഈ അനന്തമായി നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് 10 റൗണ്ട് എന്നുള്ള ഒരു നിബന്ധന വെച്ചത്. അതാണ് 10 റൗണ്ടുള്ള നിബന്ധന വെക്കാനുള്ള കാരണം. അതാണ് ഇതിപ്പോ ആ 10 റൗണ്ടും കഴിഞ്ഞ് 10 റൗണ്ട് കഴിഞ്ഞ് അൽഹംദുലില്ലാ യാതൊരു നിങ്ങൾക്കാർക്കും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ചെറിയൊരു വിഷമം ഉണ്ടായിട്ടില്ല എന്റെ അടുക്കൽ നിന്നാണ്. ഞാൻ ടൈം കീപ്പ് എഴുതിയതായിരുന്നു. അത് 2 മിനിറ്റ് ആയപ്പോ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ സോറി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അത് രണ്ടുപേരുടെ മധ്യസ്ഥന്മാരാണ് പിന്നെ ആ ടൈം അറിയിക്കേണ്ടത്. അത് ഞാൻ അതിന്റെ ഇടയിൽ പിന്നെ അതെന്ത് ചെയ്തു, അത് സാറിലെന്ന് എനിക്കും അറിയാം. ഞാൻ ആ സോറി എന്ന് പറഞ്ഞ തന്നെ അഷറഫ് പൂന്നൂര് എനിക്കൊരു പൂവ് എനിക്ക് തന്നിരുന്നു. ഞാന് പിന്നെ അങ്ങനെ അത് പിന്നെ സോറി അടിച്ചപ്പോ ഞാൻ ടൈം എഴുതിയത് ടൈം കീപ്പ് എന്ന് എഴുതാന് പിന്നെ അപ്പോഴേക്കും ആ ടൈം ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ല അതിന്റെ സെൻഡ് അടിച്ചു കഴിഞ്ഞ അങ്ങനെ സംഭവിച്ചതായിരുന്നു. പിന്നെ അപ്പൊ ഇനി സംസാരിക്കണം. ഇനി നമുക്ക് വേറൊരു നിബന്ധന ഒക്കെ ഉണ്ട്. കഴിഞ്ഞ നിബന്ധന അനുസരിച്ച് കഴിഞ്ഞില്ലേ അല്ലേ? കഴിഞ്ഞ നമ്മുടെ തീരുമാനം അനുസരിച്ച് 10 റൗണ്ട് 2 കൂട്ടരും സംസാരിക്കുക, ഓരോ റൗണ്ടിൽ 3 മിനിറ്റ്, അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മധ്യസ്ഥൻ എന്ന നിലക്ക് സുന്നീസും കുറെ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പൊ നൗഫൽ ചെറുപ്പുളശ്ശേരി സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു വ്യവസ്ഥ ആക്കില്ലാണ്ടത് അല്ലേ? അബൂ ഹസ്സാൻ പറഞ്ഞു എല്ലാം ആയിക്കോട്ടെ, കുറച്ച് റൗണ്ട് കൂടി കൂട്ടണമെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കട്ടെ എത്ര റൗണ്ട് വേണമെങ്കിൽ. എന്നാല് ഒന്ന് 3 റൗണ്ട് കൂടി ആയാലോ എന്നാല് അല്ലേ? ഒരു 3 റൗണ്ട് കൂടി ആയാലോ 2 കൂട്ടരും, അങ്ങനെ മതിയാ? അതൊക്കെ കാത്തിരിക്കത്ത് വെറുതെ ഒരു തീരുമാനത്താതെ ആയിക്കോട്ടെ. 3 റൗണ്ട് കൂടി ആയിക്കോട്ടെ, എന്നായിക്കോട്ടെ 5 ആയിക്കോട്ടെ അല്ലെ? ആയിക്കോട്ടെ. ഇനി 5 റൗണ്ട് കൂടി അനുവദിക്കാന്ന് പിന്നെ സലാം ബാക്കർ ഉസ്താദ് പറയുന്നുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, ഇനി 5 റൗണ്ട് കൂടി ഓരോ 3 മിനിറ്റ്. അതുകൊണ്ട് തീരുമാനമാവണം. അതല്ലെങ്കിലേ സുബഹി വരെയൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ വിഷയം തീരുമാനമാവാതെ ഇങ്ങനെ പറ്റൂല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി അപ്പൊ ഞാൻ ആദ്യം സുന്നീസാളും പിന്നെ മധ്യസ്ഥന്മാർ നൗഫലും സുന്നീസും മൈക്കിലേക്ക് വരണം. നൗഫൽ ചെറുപ്പുളശ്ശേരി 2 മധ്യസ്ഥന്മാർ 2 പേരുമാണ്. അവർ 2 പേരും മൈക്കിലേക്ക്